മറിയെ ദൈവമാതാവെന്ന് വിളിക്കാൻ പറ്റുമോ? വിളിക്കാമല്ലോ. അയ്യോ, വിളിച്ച പ്രശ്നമല്ലേ? വിളിച്ചില്ലെങ്കിൽ അതിനേക്കാളും പ്രശ്നമാണ്. നമസ്കാരം, സാഫ്റ്റ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്തൊക്കെ ക്രൈസ്തവ സഭയുടെ ആദിമ കാലഘട്ടങ്ങളിലുള്ള എക്യുമെനിക്കൽ കൗൺസിൽസ്, എക്യുമെനിക്കൽ സുനഹദോസുകൾ കവർ ചെയ്ത് വന്നു. അവിടെയെല്ലാം നമ്മൾ ടച്ച് ചെയ്ത് വന്ന പോയിൻ്റ് തൃത്വത്തെ പറ്റിയുള്ള സഭയിൽ, ക്രൈസ്തവ സഭയിൽ നടന്ന സംവാദങ്ങൾ, ക്രൈസ്തവ സഭയിൽ എഴുന്നേറ്റ് വന്ന ദുരുപദേശങ്ങൾ, അതിനെതിരെയുള്ള ഖണ്ഡനവും ആ ഖണ്ഡനം ഉരുവായി വന്ന അല്ലെങ്കിൽ ആ ഖണ്ഡനത്തിൻ്റെ അവസാന ഘട്ടം എന്നെത്തി നിൽക്കുന്ന സുനഹദോസുകളും സുനഹദോസുകളിലെ പ്രഖ്യാപനങ്ങളുമാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റന്റിനോപ്പോൾ സുനഹദോസ്, രണ്ടാമത്തെ സുനഹദോസായ AD 381 കൂടി വന്ന കോൺസ്റ്റന്റിനോപ്പോൾ സുനഹദോസിന് ശേഷം വന്നിട്ടുള്ള ക്രിസ്റ്റോളജിയുടെ, ക്രിസ്തു വിജ്ഞാനം, ക്രിസ്തു ആരാണ്, ക്രിസ്തു ദൈവമാണോ മനുഷ്യനാണോ, ദൈവ മനുഷ്യനായിട്ടുള്ള ആ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ കൂടി പോകുന്നു എന്ന് തുടങ്ങിയ സംഭവ വികാസങ്ങളെയെല്ലാം ഉരുത്തിരിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ അതിൽ ഉരുത്തിരിഞ്ഞ് വന്ന ദുരുപദേശങ്ങൾക്ക് ചേർത്ത് നിന്ന മറ്റ് സുനഹദോസുകളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മളതൊരു ഓവർവ്യൂയിട്ട് പറയാൻ വേണ്ടി നമ്മൾ നോക്കാൻ പോകുന്നത് എഫെസോസിലെ സുനഹദോസ്, കാൽസിഡോണിലെ സുനഹദോസ്, 2, 3 കോൺസ്റ്റന്റിനോപ്പോൾ എന്നീ 4 സുനഹദോസുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം നമുക്ക് ഇൻഡെപ്ത് നമുക്ക് കവർ ചെയ്യണം. അതായത് ഓരോ സുനഹദോസിൽ വന്ന ദുരുപദേശങ്ങളുടെ ഒരു ഇൻഡെപ്ത് ഖണ്ഡനം നൽകാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ സുനഹദോസിലെ പശ്ചാത്തലങ്ങൾ, അതിൽ വന്ന ദുരുപദേശം കൊണ്ടുവന്നവരാരാണ്, എന്തായിരുന്നു പ്രധാന വാദം, അതിനുള്ള ഖണ്ഡനം എന്തായിരുന്നു, പിന്നെ ഈ സുനഹദോസുകൾക്ക് ക്രിസ്തു വിജ്ഞാനത്തിൽ, ക്രിസ്റ്റോളജിയിലുണ്ടായ എഫക്റ്റ് എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നാണ് നോക്കി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എഫെസോസിൽ വന്ന സുനഹദോസിനെ കുറിച്ച്. അത് വളരെ പ്രസക്തമായിട്ടുള്ള, അതായത് പിന്നീട് വരുന്ന സുനഹദോസുകളെല്ലാം ഈ എഫെസോസ് സുനഹദോസിൻ്റെ പരിണിത ഫലമായിട്ട് വേണമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് 431 AD 431 കൂടി വന്ന സുനഹദോസ്. അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഹെറസി എന്നുള്ളത് നെസ്റ്റോറിനിസം എന്ന ഹെറസിയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഏതാണ്, ആരാണ്, എവിടെ നിന്ന് വന്നതാണെന്നുള്ളത്. അപ്പോൾ ഈ നെസ്റ്റോറിനിസം ഉള്ള ഹെറസിയുടെ റൂട്ട് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു എന്നാൽ 2 വ്യക്തികളാണ്. പെട്ടെന്ന് നമുക്കൊരു സാധാരണ വിശ്വാസി കേൾക്കുമ്പോൾ ചിന്തിക്കും എങ്ങനെ ക്രിസ്തു 2 വ്യക്തിയാവുന്നത്, കാരണം നമുക്കതിന്നൊരു പലർക്കും ഒട്ടും പരിചിതമല്ലാത്ത ഒരു ദുരുപദേശമായിരുന്നേക്കാം. പക്ഷേ നെസ്റ്റോറിനിസം ഹെറസി പ്രകാരം ക്രിസ്തു എന്നാൽ 2 വ്യക്തിയാണ്. ഡിവൈനും ഹ്യൂമനും തമ്മിൽ തികച്ചും വ്യത്യസ്തതയുണ്ട്. അത് പിന്നെ അതിനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഈ ഹെറസി ബാക്കി അന്വർത്ഥമായിട്ട് നമ്മൾ കാണുന്നത്, എന്താണ് ആ ഹെറസിയുടെ വ്യൂ പോയിന്റ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഹെറസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രസക്തമായിട്ട് കാലപ്രസക്തമായി നിൽക്കുന്നത് ഈ ഹെറസിയുടെ ഭാഗങ്ങളുടെ മുന്നിട്ടിരുന്നൊരു പോയിൻ്റാണ് മറിയെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത്. അത് മറിയ തിയോടോക്കോസ്, ഗോഡ് ബെയർ, ദൈവവാഹിനിയാണോ, അതോ ക്രിസ്റ്റോടോക്കോസ്, ക്രിസ്തുവാഹിനിയാണോ എന്നുള്ള പോയിന്റ്. അവിടെ തന്നെയാണ് മറിയ ദൈവമാതാവാണോ അല്ലയോ എന്നുള്ള ഡിസ്കഷൻ, ഡിബേറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഇതാണ് ആ കൗൺസിലിൽ കൂടി വന്നിരുന്ന ഹെറസി. ഇത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഹെററ്റിക്സ് ആയിട്ടുള്ളവരാരാണ്? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നെസ്റ്റോറിയൻ ഹെറസി. സ്വാഭാവികമായിട്ടും നെസ്റ്റോറിയസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലെ പത്രിയാർക്കീസ് ആയിരുന്നു. 428 അദ്ദേഹത്തിനെ പത്രിയാർക്കീസായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പരിശീലനം, കാരണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വൈദിക പരിശീലനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിശീലനം എന്ന് പറയുന്നത് അന്ത്യോക്യൻ സ്കൂളിലാണ് അദ്ദേഹം പരിശീലനം ലഭിച്ചത്. ഈ തൻ്റെ പൗരോഹിത്യ വൃത്തിക്ക് അല്ലെങ്കിൽ ഈ നിലയിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം അദ്ദേഹത്തിന് ലഭിച്ച അന്ത്യോക്യൻ സ്കൂളിലാണ്. അതൊക്കെ പിന്നീട് വളരെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ നെസ്റ്റോറിയൻ ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു നെസ്റ്റോറിയനിസം എന്ന് പറയുന്ന കാഴ്ചപ്പാടിന് ഉത്ഭവ കാരണമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള മറ്റു ചില ഘടകങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പം ഇദ്ദേഹമാണ് പ്രധാനമായിട്ടും ഈ ഒരു, പ്രത്യേകിച്ചും ക്രിസ്തുവിലുള്ള ഈ ദൈവവും മനുഷ്യനും എന്ന് പറയുന്ന 2 സ്വഭാവങ്ങളെ വളരെ വ്യക്തമായിട്ട് വേർതിരിച്ചുകൊണ്ട് പ്രസ്താവിക്കുകയും അതിനനുസൃതമായ രീതിയിൽ ആ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ, ആ വേർതിരിവ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു തീവ്രമായൊരു നിലപാട്, അതാണ് നേരത്തെ ജേക്കബ് പറഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, മറിയത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ മറിയത്തെ സംവാഹക എന്ന് പറയുന്നത്, ദൈവത്തെ ഉദരത്തിൽ വഹിച്ചവൾ എന്ന് പറയുന്നതിനേക്കാൾ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചവൾ എന്ന് പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് അദ്ദേഹം വന്നു. അപ്പം അദ്ദേഹമാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ആരംഭകൻ എന്ന് നമുക്ക് പറയാം, ഈ ഒരു ദുരുപദേശത്തിൻ്റെ ആരംഭകൻ. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നാൽ ഇദ്ദേഹത്തെ കൂടാതെ
ഇദ്ദേഹത്തിനോട് എന്താ പറയുക, നമുക്ക് 100% ഇദ്ദേഹത്തിനോട് അനുകൂലിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടി തന്നെ വാദിച്ച് നിന്നവരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ അത്ര പെട്ടെന്ന് ഒരു ദുരുപദേശകനായിട്ട് തള്ളിക്കളയണമോ, അങ്ങനെ തള്ളിക്കളയേണ്ടതില്ല എന്ന് പറയുന്ന നിലപാടെടുത്ത ചില വ്യക്തികളും കൂടി ഉണ്ടായിരുന്നു. അന്ത്യോക്യയിലെ യോഹന്നാൻ എന്ന് പറയുന്നൊരു വ്യക്തി, അതുപോലെ തന്നെ തിയഡോറട്ട്, സൈറസിലെ തിയഡോറട്ടസ് എന്ന് പറയുന്നൊരു വ്യക്തി, സമോസാറ്റയിലെ ആൻഡ്രൂ എന്ന് പറയുന്നൊരു വ്യക്തി, ഇവരെല്ലാം സഭയിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് പേര് ഇദ്ദേഹത്തിനെ വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടം ചെയ്ത് ഇദ്ദേഹം ദുരുപദേശകനാണെന്ന് അടിച്ചമർത്തി അദ്ദേഹത്തിനെ പുറത്താക്കുന്നൊരു നിലപാടിലേക്ക് പോകണമോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, ചില വസ്തുതകളില്ലേ എന്ന രീതിയിൽ അദ്ദേഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ച ആളുകളുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ പ്രധാനമായിട്ടും നെസ്റ്റോറിയസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദുരുപദേശകനെന്ന് അക്കാലത്തെ സഭ കണ്ടിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പം നെസ്റ്റോറിയസ് ഈ ഒരു ദുരുപദേശം കൊണ്ടുവരുമ്പോൾ നെസ്റ്റോറിയസിൻ്റെ പ്രഥമമായിട്ടുള്ള വാദങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഓഡിയൻസിന് ഒരു മുന്നറിയിപ്പുണ്ട്, നമുക്കിതെല്ലാം ഇൻഡെപ്ത് കവർ ചെയ്യാനുള്ള സമയപരിമിതിയുണ്ട്. സോ ഒരു മികച്ച രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഓർവ്യൂ നൽകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയപരിമിതി നമ്മൾ നോക്കുമ്പോൾ എന്തായിരുന്നു നെസ്റ്റോറിയസ് മുന്നോട്ട് വെക്കുന്ന ഈ ഹെറസിക്ക് വേണ്ടിയുള്ള ആർഗ്യുമെൻറ്റ്സ്? പ്രധാനമായിട്ട് അദ്ദേഹം ഊന്നൽ കൊടുത്തത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലാണ്. 2 സ്വഭാവങ്ങൾ, യേശു ക്രിസ്തു മനുഷ്യനാണ്, യേശു ക്രിസ്തു ദൈവമാണ്. അപ്പോൾ ആ ഒരു സ്വഭാവത്തെ വ്യക്തമായി വേർതിരിച്ചുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, മറിയത്തിന് ഒരിക്കലും ദൈവത്തിന് ജന്മം കൊടുക്കാനായിട്ട് വരത്തില്ല, മനുഷ്യന് മാത്രമേ ജന്മം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറിയം ഉദരത്തിൽ വഹിച്ചത് മനുഷ്യനെയാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ക്രിസ്തു എന്ന് പറയുന്നതാണ്, ക്രിസ്തുവിനെ സംഭവിച്ചു എന്ന് പറയുന്നതാണ് ശരി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഈ ദൈവവചനം ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനിലിരുന്നു, അവിടെ ഒരു സംയുക്തമായിട്ട് നിന്നു എന്നുള്ളതിനേക്കാൾ സഹകരിച്ച് നിന്നു എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവം എന്ന് പറയുന്ന ആ സ്വഭാവവും മനുഷ്യനെന്ന് പറയുന്ന സ്വഭാവവും തമ്മിലുള്ളൊരു സഹകരണം എന്ന് പറയുമ്പോൾ അവിടെയാണ് ആ ഒരു ഡിവിഷൻ്റെ തീവ്രത വരുന്നത്. കാരണം ഈ 2 ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒരു വ്യക്തിയിൽ സമജ്ഞം സമ്മേളിക്കുന്നതിനെ അതിൽ നിന്നൊരല്പം വ്യത്യസ്തമായിട്ട് ഇത് 2 സ്വഭാവങ്ങളും തമ്മിൽ സഹകരിച്ചു പോകുന്നു. ഒന്നൊന്നിനോട് 2 വ്യക്തികൾ തമ്മിൽ എങ്ങനെയാണ് സഹകരിച്ചു പോകുന്നത്, 2 സ്വഭാവമുള്ള വ്യക്തികൾ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഈ 2 സ്വഭാവങ്ങൾ ക്രിസ്തുവിൽ സഹകരിച്ചു പോരുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ക്രിസ്തുവിനെ 2ആയിട്ട് വിഭജിക്കുകയാണ്. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ദൈവ സ്വഭാവത്തിന് ഒരിക്കലും പീഡയേൽക്കുവാൻ സാധിക്കില്ല, കഷ്ടം അനുഭവിക്കുവാനായിട്ട് ദൈവ സ്വഭാവത്തിന് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യ സ്വഭാവത്തിനെ വേർതിരിച്ച് നിർത്തിക്കൊണ്ട് മറിയം ജന്മം നൽകിയത് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിനാണ് എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള വാദങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് മറുപടിയായിട്ട് വരുന്നത് സഭാപിതാക്കന്മാർ ആ കാലഘട്ടത്തിൽ ഇടിക്കുക, നമ്മൾ മുമ്പ് കാണുന്ന പോലെ എല്ലാ സുനോദോസുകളിലും കാണുന്ന പോലെ ദുരുപദേശങ്ങൾക്ക് അതാത് സമയത്ത് ദൈവദാസന്മാരെ ആ സമയത്ത് എഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെ എഴുന്നേൽപ്പിരുന്ന ഒരാളാണ് സിറിൽ ഓഫ് അലക്സാൻഡ്രിയ. അപ്പം സിറിൽ അവിടെ മുന്നോട്ട് വെക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്, സിറിലിൻ്റെ ആ ഒരു വർക്കിലാണ് ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ആദ്യമായിട്ട് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത്. അതായത് ദ ഡിവൈൻ പേഴ്സൺ ഓഫ് ലോഗോസ് എന്ന് പറയുന്നത് ട്രൂലി ഹ്യൂമൻ നേച്ചർ ഏറ്റെടുത്തു, അസ്യൂംഡ് ദ ട്രൂ ഹ്യൂമൻ നേച്ചർ എന്ന പോയിന്റ്. ഇത് സിറിൽ മുന്നോട്ട് വെക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിനകത്ത് ദ വേർഡ് വാസ് മെയ്ഡ് ഫ്ലഷ് എന്ന വാക്യത്തിൽ ഊന്നിയാണ് സിറിൽ പറയുന്നത്. അതായത് ഇത് ജസ്റ്റ് ഒരു ഇൻഡ്വെല്ലിംഗ് അല്ല, അതായത് ഡിവൈൻ നേച്ചർ ഒരു ഹ്യൂമൻ നേച്ചറിൽ വന്ന് കുടികൊള്ളുന്ന രീതി, നമ്മളൊരു മലയാള പ്രയോഗം പറഞ്ഞ കുടികൊള്ളുന്ന രീതിയിൽ ഇൻഡ്വെൽ ചെയ്യുകയല്ല, മറിച്ച് ആ ഡിവൈൻ ലോഗോസ് ട്രൂലി ഹ്യൂമൻ ആയിട്ട് വാസ് മെയ്ഡ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ട്രൂലി ഹ്യൂമൻ ആയിട്ട് തന്നെയാണ് ഇൻകാർണേഷനിൽ രംഗപ്രവേശനം ചെയ്യുന്നതാണ് സിറിൽ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ സിറിലും അന്നത്തെ സുന്നതോസൊക്കെ മറിയ തിയോട്ടോക്കോസ് ദൈവവാഹിനി ആണ് എന്ന പോയിൻറ്റും അവിടെ ശക്തമായിട്ട് അവർ സമർത്ഥിക്കുന്നുണ്ട്. കാരണം അവിടെ ആ ക്രിസ്തു, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ യേശു മറിയുടെ ഉദരത്തിൽ സത്യദൈവവും സത്യമനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദരത്തിൽ മറിയ വഹിക്കുന്നത് സത്യദൈവത്തെ തന്നെയാണ്. ഇത് നമ്മൾ ഒന്ന് നിർത്തി പറഞ്ഞത്, കാരണം ഇത് പെട്ടെന്ന് ഒരാൾ കേൾക്കുമ്പോൾ ചിന്തിക്കും, അയ്യോ മറിയ ദൈവമാതാവാണെന്ന് പറയേണ്ടി വരുമോ, അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭ എടുക്കുന്ന വീക്ഷണത്തോടെ മൊത്തം അംഗീകരിക്കേണ്ടി വരുമോ എന്നൊരു പേടി പലർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ എൻ്റെ വളരെ ഭയങ്കര റിഫോംഡ് ആയിട്ടുള്ള ചില സുഹൃത്തുക്കളും പറയും തിയോട്ടോക്കസ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ക്രിസ്റ്റോട്ടോക്കസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നെസ്റ്റോറിയൻസും ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഒരു പ്രോപ്പർ പ്രൊട്ടസ്റ്റൻ്റ്, അതായത് അക്ഷരാർത്ഥത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ആ തിയോട്ടോക്കസ് എന്നുള്ള വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മൂലം
അവരുദ്ദേശിക്കാത്തത് വഴിവെച്ച് കൊടുക്കുമെന്നൊരു പേടികൊണ്ടാണ്. പക്ഷേ നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ ഈ നെസ്റ്റോറസ് മുന്നോട്ട് വെക്കുന്നൊരു പോയിന്റ് ഉണ്ട്, ദൈവത്തിന് വേദന സഹിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ വേദന ക്രൂശിക്കപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോപ്പർ ക്രിസ്ത്യൻ വ്യൂ പോയിന്റ് ഒരു പ്രൊട്ടസ്റ്റന്റുകാരന് പറയും, ഇല്ല, ഗോഡ് ഡൈഡ് ഓൺ ദ ക്രോസ്, ഹി റെസനേറ്റ്സ് വിത്ത് അവർ പെയിൻ, ഹി വാസ് ക്രൂസിഫൈഡ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതേ പ്രയോഗത്തിന് നമുക്ക് പറയാൻ സാധിക്കണം മറിയ ദൈവമാതാവാണ്, അല്ലെങ്കിൽ മറിയ ഉദരത്തിൽ വഹിച്ചത് ദൈവത്തെ തന്നെയാണ് എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? പുത്രനാം ക്രിസ്തു മറിയുടെ ഉദരത്തിൽ സത്യദൈവവും സത്യമനുഷ്യനാണ്. അപ്പം തിയോട്ടോക്കസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിയയ്ക്ക് ദൈവത്തിന്മീതെ എന്തെങ്കിലും ഒരു അധികാരമുണ്ടെന്നോ, അല്ലെങ്കിൽ രക്ഷാപദ്ധതിയിൽ മറിയയ്ക്ക് ഒരു സ്വാധീനമുണ്ടെന്നോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് മറിയ ദൈവിക രക്ഷാപദ്ധതിയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആണെന്നോ, അല്ലെങ്കിൽ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ആണെന്നോ, അങ്ങനെയുള്ള പോയിൻ്റ് ഒന്നും ആ തിയോട്ടോക്കോസ് എന്ന പോയിന്റ് വരുന്നില്ല. യേശുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പറ്റി, പുത്രനെ പറ്റി പറയുമ്പോൾ സത്യദൈവവും സത്യമനുഷ്യനുമാണോ, ആ ദൈവത്വ മനുഷ്യത്വമുള്ള സ്വഭാവങ്ങൾ സംയോജിപ്പിച്ച് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലാണോ നിലനിൽക്കുന്നത് എങ്കിൽ നമ്മൾ പറയണം, പറഞ്ഞ പോലെ തന്നെ, ദാറ്റ് മേരി ഈസ് ദ മദർ ഓഫ് ഗോഡ്, തിയോട്ടോക്കോസ് ദൈവവാഹിനിയാണെന്നുള്ള പോയിന്റ്. പക്ഷേ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ഉണ്ട്. കാരണം നോർമൽ ആൾ കേൾക്കുമ്പോൾ ദൈവമാതാവ് കേൾക്കുമ്പോൾ പല ലോകമതങ്ങളിലും ഒക്കെ ഈ ദൈവികൾക്കൊരു മാതാവിൻ്റെ ഒരു സങ്കല്പം ഉള്ളതുണ്ട്, ഒരു മാ എന്ന രീതിയിലൊക്കെ അഭിസംബോധന ചെയ്യുന്നുള്ളതുണ്ട്. ഇപ്പം കൽക്കട്ടയിൽ, ഇപ്പം ഞാൻ കൽക്കട്ടയുടെ ബാച്ചിലേഴ്സ് പഠിച്ചാണ്, കൽക്കട്ടയിൽ ദുർഗാദേവിയെ മാ എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദേവി സങ്കല്പത്തിന് ഒരു മാതാവിൻ്റെ ഒരു സ്വഭാവം അവർ കൊടുക്കുന്നുള്ളത് തന്നെ ഒരു നോൺ ഹ്യൂമൻ, ഒരു സൂപ്പർ നാച്ചുറൽ രീതിയിൽ കാണുന്ന ഒരു നോൺ ഹ്യൂമൻ എൻറ്റിറ്റിയെ വളരെ ആ രീതിയിൽ മാതാവിൻ്റെ സ്നേഹത്തോടെ അവർ അഭിസംബോധന ചെയ്യാൻ നോക്കുന്ന ഒരു പ്രവണത മനുഷ്യരിൽ സഹജമായിട്ടുണ്ട്. അത് പൊളിറ്റിക്സിലുണ്ട്. ഇപ്പം കൽക്കട്ടയിലെ CM ആയ മമതാ ബാനർജി ദീദി എന്നാണ് വിളിക്കുന്നത്. നമുക്ക് തമിഴ്നാട്ടിലുണ്ടായിരുന്ന ജയലളിത ഇല്ലേ അമ്മ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി മനുഷ്യർക്കുള്ളത് കൊണ്ട് തന്നെ ഈ ദൈവമാതാവ് എന്നുള്ള പ്രയോഗം ദുർവിനിയോഗിക്കപ്പെടുവാൻ, അതിൻ്റെ പ്രോപ്പർ തിയോളജിക്കൽ പോയിന്റിൽ നിന്ന് വിഭിന്നമായിട്ട് മനുഷ്യർ വളച്ചൊടിക്കാനുള്ളൊരു പ്രവണതയുണ്ട്. പക്ഷേ അതുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ തിയോളജിക്കൽ പോയിന്റിൽ നിന്ന് മാറാൻ സാധിക്കത്തില്ല. ഞാൻ ചിന്തിക്കായിരുന്നു, ഇപ്പം യേശുനാമക്കാർ യേശുനാമം എന്ന് ഉപയോഗിച്ച് ദുർവിനിയോഗം ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ നാമത്തിന് ശക്തി ഉണ്ടെന്നോ യേശുനാമം ഉപയോഗിക്കാനിരിക്കുന്നോ പറയാൻ പറ്റത്തില്ല. അപ്പം പ്രോപ്പർ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് തിയോട്ടോക്കോസ് എന്ന പോയിന്റ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ തിയോളജിക്കൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതിനെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ ആ വാക്കിലൂടെ മറിയയ്ക്ക് വചനം നൽകാത്ത അധികാരമോ ആധിപത്യമോ കൊടുക്കാതിരിക്കാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതോടെ തന്നെ സിറിലും മറ്റ് സഹോദരന്മാരും മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് തന്നെയുള്ളത്, തിരുവെഴുത്തുകളിൽ ഒരു ക്രിസ്തു എന്നൊരു പോയിന്റാണ്. അത് ക്രിസ്തു ഒരുവനേ ഉള്ളൂ എന്ന രീതിയിലാണ് തിരുവെഴുത്തുകളെല്ലാം സംസാരിക്കുന്നത്. അപ്പം അവിടെയും ഈ രണ്ട് വ്യക്തികൾ, ഒരു മനുഷ്യനായ ക്രിസ്തു അല്ലെങ്കിൽ ദൈവമായ ക്രിസ്തു എന്നുള്ള രണ്ട് പേഴ്സൺസിനെ ഡിസ്റ്റിങ്ക്റ്റ് ആക്കി, ഇൻഡിപെൻഡൻ്റ് ആക്കി, സെപ്പറേറ്റഡ് ആയിട്ട് കാണിക്കുന്ന ഒരു പോയിന്റ് ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ കാണുന്നില്ല. എനിവേ നമ്മൾ ബാക്കിയുള്ള നമുക്ക് കുറച്ചുകൂടി നമ്മൾ സ്പീഡ് നീങ്ങണം. കാരണം ഈ ദൈവമാതാവ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ തീപ്പൊരി പാറും. അതുകൊണ്ടാണ് നമ്മളത് കുറച്ചുകൂടി ടൈം എടുത്ത് ക്ലാരിഫൈ ചെയ്ത് തന്നത്. അങ്ങനെയാണ് ഈ എഫെസോസിലെ സുനോദോസിൻ്റെ കീ പോയി നടക്കുന്നത്. അപ്പം വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സുനോദോസാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മറ്റ് സുനോദോസുകളെല്ലാം സ്വാധീനിക്കുന്ന ഒരു സുനോദോസാണ്. അപ്പോൾ ക്രിസ്തു വിജ്ഞാനത്തിൽ, ക്രിസ്റ്റോളജിയിൽ ഈ സുനോദോസിന് വന്ന അല്ലെങ്കിൽ ഈ സുനോദോസ് ചെലുത്തിയ മറ്റ് സ്വാധീനങ്ങൾ, ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നെസ്റ്റോറിയനിസത്തിനെ അത് വളരെ ആധികാരികമായിട്ട് കണ്ടിച്ചു എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഈ രണ്ട് സ്വഭാവങ്ങളും, യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തു മനുഷ്യനാണ്, ഈ രണ്ട് സ്വഭാവങ്ങളും ഒരു വ്യക്തിയിൽ സംയുക്തമായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ചിന്താധാരയെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ മറിയം ഉദരത്തിൽ വഹിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മറിയത്തെക്കുറിച്ച് അവിടെ ദൈവസംവാഹക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് മറിയത്തെക്കുറിച്ചുള്ളൊരു പ്രസ്താവനയല്ല യഥാർത്ഥത്തിൽ. എന്നാൽ പ്രസ്താവന പോയിന്റ് ചെയ്യുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു മറിയത്തിൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ ദൈവമായിരുന്നോ എന്നൊരു ചോദ്യം വന്നാൽ അതിനെന്ത് മറുപടി നമ്മൾ കൊടുക്കും എന്നുള്ളടത്താണ് ചോദ്യം. കാരണം അതിന് മുൻപുള്ള ആ ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കണം. ഓരോ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന എന്താണ്? ആരിയൂസ് വന്നു, യൂനോമിയസ് വന്നു. ഇവിടെ എല്ലാം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് അവർ നിഷേധിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ മറിയം ഉദരത്തിൽ വഹിച്ച ആ ശിശു ദൈവമാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മളൊന്ന് തപ്പിക്കളിച്ചാൽ അവിടെ വീണ്ടും ഈ ആരിയൂസിൻ്റെ ആ ഒരു നിലപാടിലേക്ക് ചായ്വുണ്ടാകുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം ആ ഒരു ശിശു ദൈവമാണെന്ന് ചോദിക്കുമ്പോൾ ദൈവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. കാരണം ദൈവത്തിന് ഒരിക്കലും തൻ്റെ സ്വഭാവം ത്യജിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മറിയം ഉദരത്തിൽ വഹിച്ച ആ കുഞ്ഞ്, ആ ശിശു ദൈവം തന്നെയാണ് എന്ന് പറയുമ്പോൾ മറിയം ഉദരത്തിൽ വഹിച്ചത് ആരെയാണ്? ദൈവത്തെയാണ്. ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു
ചിന്താധാര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വസ്തുത, മറിയം ദൈവസംവാഹകയാണെന്ന് പറയുന്ന ആ ഒരു വസ്തുത വളരെ കൃത്യമായിട്ട് ഊട്ടിയുറപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപദേശപരമായിട്ട് പറയുന്നൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷയോ ഇഡിയോമാറ്റം എന്ന് പറയുന്നൊരു ചിന്ത. പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. അവിടെ പറയുന്നത്, അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരും ആരും അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നാണ് അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുന്നത്. തേജസ്സിൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്വത്തിൻ്റെ ഔന്നത്യത്തിനെയാണ് അവിടെ കാണിക്കുന്നത്. തേജസ്സിൻ്റെ കർത്താവ്, ലോർഡ് ഓഫ് ഗ്ലോറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ പറയുകയാണ്, തേജസ്സിൻ്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു, അവർ ഈ കർത്താവ് ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ക്രൂശിച്ചത് തേജസ്സിൻ്റെ കർത്താവിനെയാണ്. അപ്പം ദൈവ തേജസ്സിൻ്റെ ആ ഉടമസ്ഥനായിട്ടുള്ള ദൈവത്തെയാണ് അവർ ക്രൂശിച്ചതെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവമാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രൂശിൽ മരിച്ചത് യേശുക്രിസ്തു തന്നെ മനുഷ്യത്വത്തിലാണ് ക്രൂശിൽ മരിച്ചതെങ്കിലും ആ മനുഷ്യത്വത്തിൽ നടക്കുന്ന ആ സംഭവത്തെ, ആ യാഥാർത്ഥ്യത്തെ, ആ പ്രവൃത്തിയെ ദൈവത്വവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും എന്നുള്ളൊരു ചിന്തയാണ് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഇഡിയോമാറ്റം എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏക വ്യക്തിയാണ്, 2 സ്വഭാവമുള്ള ഏക വ്യക്തിയാണ്. ആ വ്യക്തി തൻ്റെ ഒരു സ്വഭാവത്തിൽ ചെയ്ത ഒരു പ്രവൃത്തിയെ മറ്റൊരു സ്വഭാവത്തിനോട് ചേർത്ത് നിർത്തി അതിലേക്ക് ആരോപിച്ച് പറയുവാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത. കാരണം അത് ഈ ഏക വ്യക്തി എന്നതുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. 2 വ്യക്തികളല്ല, ഇത് ഏക വ്യക്തി തന്നെയാണ് ആ മരിച്ചത്. ദൈവമായി ആരാണോ ദൈവമായി പിതാവിൻ്റെ ഒപ്പം നിന്നിരുന്ന അതേ വ്യക്തി തന്നെയാണ് ക്രൂശിൽ മരിച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവം ക്രൂശിൽ മരിച്ചു, തേജസ്സിൻ്റെ കർത്താവാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് നമുക്ക് ഒരിക്കലും ഒരു ആശങ്കയില്ലാതെ പറയാം. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ലായ്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവം മരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. മരിച്ചത് യേശുക്രിസ്തു മനുഷ്യത്വത്തിലാണ്. പക്ഷേ മനുഷ്യത്വത്തിൽ ചെയ്ത ആ പ്രവൃത്തി ചെയ്തത് ഒരു വ്യക്തിയാണ്. ആ ഏക വ്യക്തി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ചിന്ത കുറേയും കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വസ്തുതയും വളരെ കൃത്യമായിട്ട് അവിടെ ഊട്ടിയുറപ്പിക്കുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ പിന്നീട് വന്ന കൽക്കദോന്യ സൂനോദോസിൻ്റെ ചിന്തകൾക്ക് ഒരു വഴി വെട്ടിയിടുന്ന ഒരു സൂനോദോസ് ആയിരുന്നു ഈ എഫെസോസിലെ സൂനോദോസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ നെസ്തോറിയനിസം പഠിപ്പിച്ചോ എന്നുള്ളൊരു ചോദ്യം. കാരണം നെസ്തോറിയസ് ആധുനിക ഗവേഷകന്മാരുടെ, പണ്ഡിതന്മാരുടെ നിരൂപണപരമായിട്ടുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അവരെത്തിച്ചേർന്നിരിക്കുന്ന നിർണയം എന്ന് പറയുന്നത്, നെസ്തോറിയസ് പ്രോപ്പർ നെസ്തോറിയനിസം പഠിപ്പിച്ചിട്ടില്ല. അതായത് യേശുക്രിസ്തു 2 വ്യക്തികളാണെന്ന് അസന്നിഗ്ധമായി നെസ്തോറിയസ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ആ സ്വഭാവത്തെ നെസ്തോറിയസ് സമീപിച്ച രീതിയും അതിൻ്റെ അനന്തരഫലമായി മറിയത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്ന വിഷയത്തിൽ നെസ്തോറിയസ് പ്രകടിപ്പിച്ച ആശങ്കയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദ്വിസ്വഭാവത്തെ ഒരു വ്യക്തിയിൽ 2 സ്വഭാവങ്ങൾ സമജ്ഞം സമ്മേളിച്ചിരിക്കുന്നു എന്നതിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഈ 2 സ്വഭാവങ്ങൾ സഹകരിച്ച് നിൽക്കുന്നു. 2 സ്വഭാവങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണമേ, സഹകരിച്ച് നിൽക്കുന്നു എന്ന ചിന്തയിലേക്ക് വരുമ്പോൾ അത് 2 വ്യക്തികളെന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് പോകും. പക്ഷേ ഒരു പ്രോപ്പർ ഹെറസി ആയിട്ട് നെസ്തോറിയസ് ഈ യേശു 2 വ്യക്തികളാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആധുനിക ഗവേഷകന്മാരുടെ കണ്ടെത്തൽ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നെസ്തോറിയനിസം ഒരു ദുരുപദേശമല്ല എന്നല്ല. ആ പ്രോപ്പർ നെസ്തോറിയസ് പഠിപ്പിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചയിൽ ആധുനിക പണ്ഡിതന്മാരുടെ ഒരു വീക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നെസ്തോറിയനിസം ഹെറസി തന്നെയാണ്. കാരണം കർത്താവ് പറയുന്നുണ്ടല്ലോ, പിതാവേ എനിക്ക് നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമെന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് പറയുന്ന ഈ വ്യക്തിക്ക് തന്നെയാണ് പിതാവിനോടൊപ്പം മഹത്വം ഉണ്ടായിരുന്നത്. ആ വ്യക്തി തന്നെയാണ് അതിലേക്ക് എന്നെ കൈക്കൊള്ളണമേ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് മാറ്റം വന്നല്ല. എന്നെ എന്ന് പറയുന്ന ഞാൻ ഭൂമിയിൽ മനുഷ്യനായി ശരീരത്തിൽ നിൽക്കുന്ന ആ ദൈവപുത്രൻ തന്നെയാണ് പറയുന്നത് പിതാവിനോടൊപ്പം തനിക്ക് ലോകാരംഭത്തിന് മുമ്പ് തന്നെ പിതാവിനോടൊപ്പം മഹത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത. അപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്ന രീതിയിൽ ചിന്തിച്ചാൽ ക്രിസ്തു 2 വ്യക്തികളല്ല, ഏക വ്യക്തി തന്നെയാണ്. പക്ഷേ ആ വ്യക്തിക്ക് 2 സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് എഫെസോസിൻ്റെ കൗൺസിൽ അവിടെ പര്യവസാനിക്കുന്നത്. അതിനുശേഷം വരുന്ന അടുത്ത കൗൺസിലാണ് കാൽസിഡോണിലെ കൗൺസിൽ. AD 451 കൂടി വരുന്ന കൗൺസിൽ. ആ കൗൺസിലിൽ വീണ്ടും നമ്മൾ പറഞ്ഞാൽ ഈ എഫെസോസിൽ കൗൺസിലിൽ വരുന്ന ക്രിസ്റ്റോളജിക്കൽ ഡിബേറ്റ്സിൻ്റെ കണ്ടിന്യൂഷനാണ് പിന്നീട് എല്ലാം നടക്കുന്നത്.
അത് നമ്മളിപ്പം ഈ ഒന്നാം കൗൺസിലായ നിക്കിയ സുനോദോസും കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിലെ പറ്റി നമ്മൾ പറഞ്ഞു അരിയൂസിൻ്റെ പക്ഷക്കാർ ഒരു ഗ്രൂപ്പിനെ നോക്കി തൃത്വക്കാരെ നോക്കി പറഞ്ഞു നിങ്ങൾ ഈ മോഡലിസമാണ് എടുക്കുന്നത്, സാബലിനിസം എടുക്കുന്നു പറഞ്ഞു. അപ്പം ഈ അവിടെ നമ്മൾ കാണുന്നത് ഈ ദുരുപദേശകർ ഗ്രൂപ്പും അതിനെതിരായിട്ട് വരുന്ന റെസ്പോൺസ് ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും ദുരുപദേശങ്ങൾ വീണ്ടും പരിണമിച്ച് വരുന്ന ഒരു ട്രെൻഡ് നമ്മൾ പിന്നെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാൽസിഡോൺ കൗൺസിൽ കൂടി വരുന്നതിൻ്റെ പശ്ചാത്തലം. അതായത് യൂറ്റിക്കിനിസം അല്ലെങ്കിൽ മോണോഫൈസിറ്റിസം എന്ന ദുരുപദേശമാണ് അവിടെ നമ്മൾ എടുത്തു കാണുന്നത്. ഈ വ്യൂ പോയിൻ്റ് പ്രകാരം ക്രിസ്തുവിന് ഒരു സ്വഭാവമാണുള്ളത്. അതായത് ക്രിസ്തു ജഡാവതാരത്തിലൂടെ ക്രിസ്തുവിലുണ്ടായിരുന്ന മനുഷ്യ സ്വഭാവം ആ ദൈവ സ്വഭാവം അങ്ങ് ആവാഹിച്ചെടുത്തു. ഇവിടെ ഒരു കൊളോക്കിയൽ മലയാള പ്രയോഗം പറഞ്ഞു കഴിഞ്ഞാൽ അതിലങ്ങ് സബ്സ്യൂം ചെയ്തെടുത്തപ്പെട്ടു. അപ്പം 2 സ്വഭാവമുണ്ട് എന്ന എഫെസോസിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നും വന്ന് ഇത് യുണൈറ്റഡ് ആയിട്ടുള്ള സ്വഭാവം എന്ന പോയിന്റിലേക്ക് വന്ന് അവസാനം ഈ കാൽസിഡോണിലെ കൗൺസിൽ വരുമ്പോൾ വരുന്ന ദുരുപദേശം എന്നുള്ളത് ഇത് സബ്സ്യൂം ചെയ്യപ്പെട്ട് ആകെപ്പാടെ ഇപ്പോൾ ഡിവൈൻ കൗൺസിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ഒരു സിംഗിൾ നേച്ചറാണ് എന്നൊരു ദുരുപദേശമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് മുന്നോട്ട് വെക്കുന്നത് യൂറ്റിക്കസ് എന്ന് പറയുന്ന ഒരു സന്യാസി ആണ്. കോൺസ്റ്റന്റിനോപ്പിളുള്ള ഒരു മൊണാസ്ട്രിയിൽ ഒരു ആബട്ട് എന്ന് പറഞ്ഞാൽ ഒരു സന്യാസി പ്രമുഖൻ, അതിൽ പല സന്യാസിമാരുടെ മുകളിലിരിക്കുന്ന ഉത്തരവാദിത്തമുള്ളൊരു സന്യാസി യൂറ്റിക്കസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ അലക്സാണ്ട്രിയയിലെ അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന ഡയോസ്കോറസ് ഒന്നാമനും ഈ പോയിന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു എഫെസോസായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ എഫെസോസ് വരുമ്പം ഇത് 1 അല്ല 2 ആണ് എന്ന് പറഞ്ഞ് നെസ്റ്റോറിനിസത്തിൻ്റെ ദുരുപദേശം നിൽക്കുന്നു. കാൽസിഡോണിൽ വരുമ്പം ഇത് 1 ആണ് എന്ന് പറഞ്ഞ് 2 എന്ന് പകരം 1ലേക്ക് വരുമ്പം അവിടെ വീണ്ടും ഒരു ഹെറസിയാണ് കയറി വരുന്നത്. പക്ഷേ എഫെസോസിൽ വന്ന പോയിന്റ് ഈ പേഴ്സൻ്റെ യൂണിറ്റിയാണ് അവിടെ വന്നത്. അപ്പം ഇവിടെയാണ് ഇതെല്ലാം കൂടി കുഴയുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നത്. ഈ പേഴ്സൺ എന്നുള്ള പ്രയോഗം, അന്നത്തെ കാലത്തെ ഭാഷയിലെ പ്രയോഗം, നേച്ചർ എന്നുള്ള പ്രയോഗം, ഇതൊക്കെ ക്രിസ്ത്യൻ തിയോളജിയുടെ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ള ആ ഒരു ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷനൊക്കെ വരുന്നത് ഈ ഡയലോഗ്സിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ടെക്നിക്കൽ സംഭവങ്ങളിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ ടെക്നിക്സിലൊക്കെ അധികം ഇറങ്ങാൻ നമുക്ക് ടൈമില്ല. നമ്മൾ ഇറങ്ങിയാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കും ഒരു ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു വരത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഹെറസിയുടെ ആർഗ്യുമെൻറ്റ്സ് എന്താണ്, ഇവർ മുന്നോട്ട് വെക്കുന്ന കീ പോയിന്റ്സ് എന്തൊക്കെയാണ്? അവരുടെ വാദം എന്ന് പറയുന്നത്, കാരണം ഓൾറെഡി നമ്മൾ എഫെസോസിൽ കൃത്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ക്രിസ്തു ഏക വ്യക്തിയാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏക വ്യക്തിയാണെങ്കിൽ ഈ 2 സ്വഭാവങ്ങളെ വേർതിരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് വിഭജിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ നെസ്തോറിയൻസിൻ്റെ ആ ഒരു ദ്വിവ്യക്തി സിദ്ധാന്തത്തിലേക്ക് പോകും. അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയെല്ലാം സംഭവിക്കുന്നത് എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനത്തെ ചർച്ചകളൊക്കെ എന്ത് പ്രസക്തിയാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. പക്ഷെ അത് ഞാൻ പറയാം, തുടർന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ രക്ഷാവിജ്ഞാനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം ഇതിങ്ങനെ 2ആയിട്ട് പറഞ്ഞാൽ, ദൈവപുത്രനെക്കുറിച്ച് ഇവിടെ പറയുമ്പം മനുഷ്യത്വവും ദൈവത്വവും വിഭജിച്ച് നിർത്തിച്ച് പറഞ്ഞാൽ അത് വീണ്ടും നമ്മൾ നെസ്റ്റോറിയൻസിൻ്റെ കാഴ്ചപ്പാടിലേക്ക് പോകും. അതുകൊണ്ട് ഇത് ഒന്നൊന്നിലേക്ക് അങ്ങ് ലയിച്ചു ചേരുന്ന ഒരു നിലവാരത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ദൈവത്വം എന്ന് പറയുന്ന സമുദ്രത്തിലേക്ക് വീഴുന്ന ഒരു തുള്ളിയായിട്ട് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിനെ അവർ സങ്കല്പിക്കുകയാണ്. അത് ഈ നെസ്റ്റോറസ് എന്നുള്ള കൗണ്ടർ പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വന്നത് യൂറ്റിക്കസ് ഒരു ആൻറ്റൈ നെസ്റ്റോറിയൻ ആയിരുന്നു. അതെ. അപ്പം ഈ നമ്മൾ മുമ്പ് പറഞ്ഞ സെയിം ട്രെൻഡാണ്. ഒരു ദുരുപദേശത്തിന് എതിരെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരറ്റത്തോടെ നേരെ തെറിച്ചു പോകണം, മറ്റൊരു സ്പെക്ട്രത്തിലേക്ക് പോവുകയാണ്. അതും ഇവർ ഈ സമുദ്രത്തിൽ ഒരു തുള്ളി എന്ന് പറയുമ്പം അവർ ജസ്റ്റ് സമുദ്രത്തിൽ ഒരു വെള്ളത്തുള്ളി എന്നല്ല അവർ പറഞ്ഞത്, സമുദ്രത്തിൽ ഒരു തേൻ്റെ തുള്ളി വീണ, അതായത് വെള്ളവും തേനും രണ്ട് സ്വഭാവമാണ്. പക്ഷെ ഒരു സമുദ്രത്തിൽ തേൻ തുള്ളി വീണ് കഴിഞ്ഞാൽ കാണാൻ പോലും സാധിക്കത്തില്ല. അത് സബ്സ്യൂം എടുക്കുന്നുള്ള ആ ഒരു എക്സാമ്പിൾ വെച്ചാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതെ. അപ്പോൾ അവിടെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ദൈവത്വം ഇതിലേക്ക് വരുമ്പോഴേക്കും ഇത് രണ്ടും കൂടി ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ 2 സ്വഭാവം എന്ന് പറഞ്ഞാൽ 2 വ്യക്തിയായി പോകും. നമ്മൾ ഓൾറെഡി തീരുമാനം എടുത്തല്ലോ എഫെസോസിൽ 2 വ്യക്തിയല്ലെന്ന്. അപ്പോൾ പിന്നെ ഒരു വ്യക്തിയാണ് നമ്മൾ തീരുമാനിച്ചു, 2 വ്യക്തിയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 വ്യക്തി എന്ന് 2 സ്വഭാവം എന്ന് നമുക്ക് ഊന്നി പറയാൻ പറ്റില്ല. ആ ഒരു സ്വഭാവം മറ്റൊന്നിലേക്ക് ലയിച്ചു ചേർന്നു എന്ന് പറയുന്നൊരു ചിന്താധാര. അപ്പം അവർ പറഞ്ഞു ഇനി വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യം 2 സ്വഭാവങ്ങളിൽ നിന്നുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാം. പക്ഷെ 2 സ്വഭാവങ്ങളിൽ ഒരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറയുമ്പോൾ പോലും വ്യക്തമായിട്ട് എന്താണ് തമ്മിൽ വ്യത്യാസമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒന്നുകൂടി പറയാം, അതായത് 2 സ്വഭാവങ്ങളിൽ നിന്നൊരു വ്യക്തി, 2 സ്വഭാവങ്ങൾ
നിലനിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ രണ്ട് സ്വഭാവമുള്ള വ്യക്തി എന്നുമല്ല. അല്ല, രണ്ട് സ്വഭാവമുള്ള വ്യക്തി എന്നല്ല, രണ്ട് സ്വഭാവങ്ങളിൽ നിന്നൊരു വ്യക്തി. അപ്പോൾ ഒന്നൊന്നിലേക്കും ലയിച്ചു ചേർന്നാലും രണ്ട് സ്വഭാവങ്ങളിൽ നിന്നൊരു വ്യക്തിയാണല്ലോ. ഈ സ്വഭാവം എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്ന സാരാംശം, നേച്ചർ, എസൻസ് എന്നുള്ള, അല്ലാതെ ഈ വ്യക്തിയുടെ സ്വഭാവം കൊള്ളത്തില്ല എന്ന രീതിയിലുള്ള സ്വഭാവം അല്ല. മനുഷ്യത്വം, ദൈവത്വം എന്ന് പറയുന്ന ഒരു ചിന്താധാരയിലാണ്. അപ്പോൾ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ എഫെസോസിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലേക്ക് വന്നപ്പോഴേക്കും ഒരറ്റത്ത് നിന്ന് ഉപദേശത്തിൻ്റെ ആ സെൻട്രൽ വന്ന് നിൽക്കാതെ അതിൻ്റെ മറ്റേ ഒരു അറ്റത്തേക്ക് പോയി അത് മറ്റൊരു ദുരുപദേശമായി മാറുകയാണ്. അപ്പോൾ ഇതിന് കണ്ണനായിട്ട് വരുന്ന ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ വരുന്നത് റോമിലെ ബിഷപ്പായിരുന്നു, അല്ലെങ്കിൽ റോമൻ കാത്തോലിക്സിൻ്റെ വ്യൂ കാണുന്ന പോപ്പായിരുന്ന ലിയോ ഒന്നാമനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിനകത്താണ് അത് ഇതിന് വളരെ സമഗ്രമായിട്ടുള്ള കണ്ണനവും ഇതിൻ്റെ എക്സ്പ്ലനേഷനും അദ്ദേഹം കൊടുക്കുന്നത്. അപ്പം അദ്ദേഹം ഈ എഫെസോസിലെടുത്ത പോയിന്റ് തന്നെ സമർത്ഥിച്ച് പറഞ്ഞു, 1 person but 2 nature എന്നുള്ളത്. അതിനകത്ത് അദ്ദേഹം ക്ലാരിഫിക്കേഷൻ കൊടുത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുണ്ട്, വിത്തൗട്ട് കൺഫ്യൂഷൻ, വിത്തൗട്ട് ചേഞ്ച്, വിത്തൗട്ട് ഡിവിഷൻ, വിത്തൗട്ട് സെപ്പറേഷൻ. അതായത് ഈ രണ്ട് സ്വഭാവങ്ങൾ, ഈ രണ്ട് നേച്ചേഴ്സ് തമ്മിൽ എങ്ങനെ നിന്ന് പോകുന്നു എന്നതിനാണ് അദ്ദേഹം വിപുലമായിട്ട് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ ഖണ്ഡനമായിട്ട് മറ്റ് ബിഷപ്പ്മാരൊക്കെ സിറിലിൻ്റെ വർക്കിനകത്ത് ഒരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷനാണ്. സിറിലിൻ്റെ വർക്കിനെ ഉദ്ധരിക്കുകയും ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് യൂട്ടിക്കസിൻ്റെ ഈ ഒരു ദുർവ്യാഖ്യാനത്തെ ഖണ്ഡിക്കാൻ വേണ്ടി. അപ്പം ഈ രണ്ട് നേച്ചേഴ്സ് ക്രിസ്തുവിലുള്ളപ്പോൾ തന്നെ ഇതിൻ്റെ ഡിസ്റ്റിങ്ഷൻ, അപ്പം ആ ഡിസ്റ്റിങ്ഷൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്ന സമയം അത് ഒരു ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് മെയിൻ ഇഷ്യൂ കഴിഞ്ഞാൽ യൂണിയനിലേക്ക് കൊണ്ടുവരുമ്പം ഡിസ്റ്റിങ്ഷൻ ഇല്ലാതായി പോവുകയാണ്. ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പം അവർ നോക്കുമ്പം ഇത് യൂണിയൻ അല്ലാതായി പോകുന്നു. പക്ഷേ ആ ഡിസ്റ്റിങ്ഷനും യൂണിയനും നിലനിർത്തി പോകുന്നതാണ് പ്രോപ്പർ ക്രിസ്റ്റോളജിക്കൽ വ്യൂ എന്നൊരു ഖണ്ഡനമായ റെസ്പോൺസ് ആയിരുന്നു ക്രൈസ്തവ സഭ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ലിയോ ഒന്നാമൻ അദ്ദേഹം മുന്നോട്ട് വരുന്ന പോയിൻ്റ്, ഈച്ച് നേച്ചർ, അതാത് സ്വഭാവം, പെർഫോംസ് വാട്ട് ഈസ് പ്രോപ്പർ ടു ഇറ്റ് ഇൻ കമ്മ്യൂണിയൻ വിത്ത് ദി അതർ. അപ്പോൾ ദൈവസ്വഭാവത്തിൻ്റെ അതേ കാര്യങ്ങൾ നിലനിർത്തി പ്രവർത്തിച്ചു പോകുന്നു, തൻ്റെ ആ നേച്ചർ എക്സ്പ്ലിസിറ്റായിട്ട് എക്സ്പ്രസ് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ ഹ്യൂമൻ നേച്ചറും ആ നേച്ചറിൻ്റെ ആട്രിബ്യൂട്ട്സ് എക്സ്പ്രസ് ചെയ്ത് പെർഫോം ചെയ്ത് തന്നെ പോകുന്നു. അപ്പം ഡിസ്റ്റിങ്ക്റ്റാണ്, പെർഫോം ചെയ്തതിലൂടെയാണ് അത് ഡിസ്റ്റിങ്ക്റ്റാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതേസമയം ഈ രണ്ട് നേച്ചർ കമ്മ്യൂണിലാണ്, കാരണം ഒരു വ്യക്തിയിലുള്ള നേച്ചേഴ്സാണ് ഇത് രണ്ടും ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് സമഗ്രമായിട്ട് സംയുക്തമായിട്ട് അത് ചേർന്ന് പോകുന്നു എന്ന പോയിൻറ്റും ലിയോ അവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം ഈ കാൽസിഡോൺ സുനോദോസിന് ക്രിസ്റ്റോളജിയിലുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ എന്താണ് ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ, നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് എന്താണ് ഈ കൗൺസിലിൻ്റെ ക്രിസ്റ്റോളജിക്കൽ ഇമ്പോർട്ടൻസ്? ഈ കൗൺസിലിൻ്റെ ക്രിസ്റ്റോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, യേശു ക്രിസ്തു ഏക വ്യക്തിയാണ്, അപ്പോൾ തന്നെ ദൈവത്വവും മനുഷ്യത്വവും ഈ വ്യക്തിയിൽ സമ്മേളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ചിന്താധാരയെ തന്നെ ഒരിക്കൽ കൂടി അത് വളരെ വ്യക്തമായിട്ട് ഊട്ടിയുറപ്പിക്കുകയാണ്. ആ ദ്വിസ്വഭാവത്തെ ദ്വിസ്വഭാവമായി തന്നെ മനസ്സിലാക്കണം. പക്ഷേ ആ ദ്വിസ്വഭാവം സമ്മേളിച്ച് നിൽക്കുന്നു. അത് ഇടകലർന്ന് ഒന്നൊന്നിനോട് ചേർന്ന് ഇടകലർന്ന് ഒന്നൊന്നിലേക്ക് കൂടിച്ചേർന്ന് രണ്ടുമല്ലാതായി മാറിയിരിക്കുകയല്ല, മറിച്ച് അത് രണ്ടും വ്യതിരിക്തമായി തന്നെ ഏക വ്യക്തിയിൽ സമ്മേളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഉപദേശത്തെ വളരെ കൃത്യമായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ കൽക്കദോനി സുനോദോസ് കൊണ്ട് സാധിച്ചത്. ഇത് ഒരു പ്രധാനപ്പെട്ടൊരു ചിന്തയെന്ന് പറയുന്നത് ഈ ഒരു ബോധ്യതയാണ് പിൽക്കാലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തീയ ഗോളത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഭൂരിപക്ഷം ക്രിസ്തീയ സഭാവിഭാഗങ്ങളുടെയും ഒരു യാഥാസ്ഥിതിക വീക്ഷണമായി അതിന് അടിത്തറയായി മാറിയത് ഈ കൽക്കദോനി സുനോദോസിൻ്റെ ഈ വിശദീകരണം തന്നെയാണ്. അപ്പം അവിടെ ഈ നെസ്റ്റോറിയനിസവും തെറ്റാണ്, യൂറ്റിക്കിനിസവും തെറ്റാണെന്ന് പറയുന്ന അതിൻ്റെ മധ്യത്തിലാണ് ഈ വ്യതിരിക്തത നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ തന്നെ ഇത് രണ്ടും ഒരു വ്യക്തിയാണ് എന്നും മനസ്സിലാക്കുന്ന ആ സമജ്ഞം സമ്മേളിക്കുക എന്ന് പറയുന്നൊരു ചിന്താധാരയിലാണ് ശരിയെന്ന് പറയുന്നതിലേക്കാണ് കൽക്കദോനി സുനോദോസ് ഈ വീക്ഷണങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ, യേശുക്രിസ്തു ഏക വ്യക്തിയാണ്. അതിനെ നമുക്ക് ഇതവർക്ക് വേറെ മറ്റ് സമയമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട്, സമയം ചിലവഴിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അവർ ചർച്ച ചെയ്തതല്ല. ഇത് തിരുവെഴുത്തിൽ പറയുന്ന ദൈവിക വെളിപ്പാടുകളെ അതിൻ്റെ വ്യക്തതയോടെ പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മളിതിനെ മനസ്സിലാക്കാൻ. കാരണം തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ രണ്ട് വ്യക്തികളെ കാണുന്നില്ല. ഞാൻ നേരത്തെ ഒരു വാക്യം തന്നു, സ്വർഗത്തിൽ പിതാവിനോടൊപ്പമായിരുന്ന അതേ പുത്രൻ തന്നെയാണ് ഭൂമിയിൽ നിൽക്കുന്ന അതേ വ്യക്തി. അപ്പോൾ രണ്ട് വ്യക്തിയെ കാണുന്നില്ല.
കാണുന്നില്ല. പക്ഷേ രണ്ട് സ്വഭാവം കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യേശുവിന് വിശന്നു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. അപ്പം രണ്ട് സ്വഭാവമുണ്ട്. പക്ഷേ ഈ രണ്ട് സ്വഭാവം ഒന്നൊന്ന് മറ്റൊന്നിലേക്ക് ഇടകലർന്ന് ചേർന്ന് വേറൊരു സ്വഭാവമായിപ്പോയി, അല്ലെങ്കിൽ പുതിയൊരു സ്വഭാവം രൂപപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാരണം ഒന്ന്, അത് ദൈവത്വത്തിലുള്ള മാറ്റമായിട്ട് വരും. ദൈവത്തിന് തൻ്റെ സ്വഭാവത്തെ ഒരിക്കലും ത്യജിക്കാൻ കഴിയില്ല. ദൈവിക സ്വഭാവത്തിനൊരിക്കലും മാറ്റം വരികയില്ല. ഈ രണ്ട് സ്വഭാവങ്ങളും ഇടകലർന്ന് പുതിയൊരു സ്വഭാവമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ദൈവവുമല്ല മനുഷ്യനുമല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ദൈവവുമല്ല മനുഷ്യനുമല്ല, പിന്നെ മറ്റെന്തോ ഒരു ഹൈബ്രിഡ് സംഗതിയാണ്, അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ഒരു അസ്തിത്വമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ യേശു മനുഷ്യനും ദൈവവുമല്ലാതായി മാറും. ഈ രണ്ട് സ്വഭാവങ്ങളും ഇടകലർന്ന് കൂടിച്ചേർന്ന് മറ്റൊന്നിനോട് വ്യതിരിക്തമല്ലാത്ത നിലയിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്തു എന്ന മനുഷ്യനാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി നിൽക്കുന്നതെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വം രക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തന്നെ ഈ ഭൂമിയിലേക്ക് വന്ന വ്യക്തി എന്ന് പറയുന്നത് ദൈവത്വം, പിതാവിൻ്റെ അതേ ദൈവിക സാരാംശത്തിലുണ്ടായിരുന്ന വ്യക്തിയാണെന്ന് തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ ആരാധിക്കുന്നത്. അപ്പോൾ ആ ആരാധനയുടെ സാങ്കത്യം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലാണെങ്കിൽ രക്ഷാകര പദ്ധതിയിൽ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ തന്നെ ഈ മനുഷ്യന് വേണ്ടിയുള്ള രക്ഷാകര പദ്ധതി നിർവഹിക്കുവാൻ ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കില്ല, മറിച്ച് ദൈവിക സ്വഭാവമുള്ള ആ വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തിരുവെഴുത്ത് ഉടനീളം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട ഈ വസ്തുതകളെക്കുറിച്ചുള്ള ഒരു ബോധ്യതയിൽ നിലനിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഈ രണ്ട് സ്വഭാവങ്ങളും ഇടകലരാതെ എന്നാൽ സമജ്ഞം സമ്മേളിച്ച് ഒരു വ്യക്തിയിൽ നിലനിന്നെങ്കിൽ മാത്രമേ നാം തിരുവെഴുത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന രക്ഷാകര പദ്ധതിയുടെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയില്ല. അല്ലെങ്കിൽ രക്ഷാകര പദ്ധതി തിരുവെഴുത്തിന് നമ്മൾ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ വസ്തുതകൾ തിരുവെഴുത്തിന് വിരുദ്ധമാകാതിരിക്കണമെങ്കിൽ ഈ നിലയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആ രണ്ട് സ്വഭാവങ്ങൾ വ്യതിരിക്തമായി ഒരു വ്യക്തിയിൽ സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ള ആ നിലയിൽ തന്നെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ബോധ്യത തിരുവെഴുത്തുമായിട്ട് പൊരുത്തപ്പെടുകയുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. എല്ലാ ക്രിസ്റ്റോളജിക്കൽ ഡിബേറ്റ്സും ഇതേ രീതിയിൽ നിനിഷ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ സോറ്റിയോളജിക്കൽ, അതായത് രക്ഷാവിജ്ഞാനമായിട്ട് വളരെ പ്രസക്തമാണ്. ഇപ്പോൾ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്ത് തന്നെ സാബലിനിസത്തിനെതിരെ, മോഡലിസം അല്ലെങ്കിൽ വണ്ണസ് പെൻഡക്കോസ്റ്റലിസത്തിനെതിരെ എന്തുകൊണ്ട് ഇത് പ്രസക്തമാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഉദാഹരണം അതാണ്. ഇത് മറ്റൊരു ഉദാഹരണം, വളരെ ക്രിട്ടിക്കൽ ഉദാഹരണമാണ്. ആദ്യം നമ്മൾ കാണുന്നത് ഈ തെർത്തുല്യൻ ഇതിനെതിരെ പറയുമ്പോൾ തെർത്തുല്യൻ പറയുന്നുണ്ട് പ്രാക്സിയസ് എന്ന ദുരുപദേശകൻ ഈ സാബലിനിസം, അതായത് വണ്ണസ് പെൻഡക്കോസ്റ്റൽ മോഡലിസം മുറുകെ പിടിക്കുന്ന പ്രാക്സിയസിനെതിരെ പറഞ്ഞത് ഹി ക്രൂസിഫൈഡ് ദ ഫാദർ. അതായത് ഈ തൃത്വത്തിനകത്തുള്ള ഈ ഡിസ്റ്റിങ്ഷൻ ഇല്ലെങ്കിൽ, പേഴ്സണൽ ഡിസ്റ്റിങ്ഷൻ ഇല്ലെങ്കിൽ, പിതാവായിട്ട് വരുന്ന ദൈവം തന്നെയാണ് പുത്രനായിട്ട് വരുന്ന ഒരേ വ്യക്തിയെങ്കിൽ ക്രൂശിൽ മരിക്കുന്നത് പിതാവാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണ വിശ്വാസിക്ക് പറയാൻ പറ്റും, അല്ലല്ല പുത്രനാണല്ലോ, കാരണം ബേസിക് ഗോസ്പലിൻ്റെ പോയിന്റ് അവിടെ ക്ലിയർ ആണ്. അപ്പം ഈ പറഞ്ഞ എല്ലാ ക്രിസ്റ്റോളജിക്കൽ കമ്പോണൻസിനും സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ഗോസ്പലിനകത്തും ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഒരിക്കലും ടെക്നിക്കലാണ് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കത്തില്ല. പിന്നെ ഈ വിഷയത്തോടോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആ ഒരു ആരാധനയുടെ ഭാഗമായിട്ട് ഇത് പുറത്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് എന്നെ ബാധിക്കുന്നില്ല. ദിനേശ് മുമ്പ് പറഞ്ഞ പോലെ പലർക്കും തിയോളജിക്കൽ കാര്യങ്ങൾ വരുമ്പോൾ ഇത് കേട്ടിട്ട് എനിക്കെന്താ മെച്ചം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ശരിയാണ്, ഇത് കേട്ടിട്ട് ഇവർക്കെന്താ മെച്ചം, ആ രീതിയിൽ മാത്രം ഒരു യൂട്ടിലിറ്റേറിയൻ രീതി ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് പ്രസക്തമല്ല. പക്ഷേ ഒരു ഡിവൈൻ സെൻസ് ഓഫ് അല്ലെങ്കിൽ ഒരു ഡിവിനിറ്റിയോടുള്ള ആ ഒരു അഡോറേഷൻ്റെ വർഷിപ്പിൻ്റെ ഭാഗത്ത് വരുന്ന ഒരാൾക്കാണ് ഇതൊക്കെ ക്രിട്ടിക്കലായിട്ട് നമുക്കൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല, സ്ട്രോങ് സ്റ്റാൻസ് എടുക്കണം എന്ന് പറയുന്നൊരു ഊന്നൽ വരുന്നത് അങ്ങനത്തുള്ള ക്രൈസ്തവർക്ക് മാത്രം. തിരുവെഴുത്ത് നിഷ്കർഷിക്കുന്ന ആ ദൈവിക ഭക്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ദൈവഭക്തിയാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ നിശ്ചയമായിട്ട് ഇതിനെല്ലാം പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ജേക്കബ് പറഞ്ഞതുപോലെ എനിക്ക് എന്തെങ്കിലും പ്രയോജനം വേണം, എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടണം, അതിനുവേണ്ടി മാത്രമാണ് ക്രിസ്തുവിനെ പിന്തുടരുന്നതെങ്കിൽ അത് വളരെ കഷ്ടമാണെന്ന് തിരുവെഴുത്ത് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇത് വലിയ പ്രസക്തിയായിട്ട് തോന്നണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കൽസദോനിയയിലെ സുന്നതോസ് കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് 553 സെക്കൻഡ് കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിലാണ്. ഈ കൗൺസിലിനെ പറ്റി വായിച്ചു വരുമ്പോൾ ഇനി മുമ്പത്തെ കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിൽ ഇതേപോലെ സ്ഥലത്ത് തന്നെ കൂടി വന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഞാൻ വായിച്ചത് ഹഗിയ സോഫിയയുടെ, അതായത് ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ടർക്കിയിലെ ഇന്നത്തെ അതിമനോഹരമായിരുന്നൊരു ദേവാലയമാണ് ഹഗിയ സോഫി. ഇന്ന് നിങ്ങൾ തുർക്കി സന്ദർശിക്കുകയാണെങ്കിൽ അതൊരു ദേവാലയമായിട്ടല്ല അത് അവശേഷിക്കുന്നത്. ആ ഹഗിയ സോഫിയിൽ കൂടി വന്നിരുന്ന അതിൻ്റെ ആ പ്രദേശത്ത് കൂടി വന്നിരുന്ന ഒരു കൗൺസിലായിരുന്നു സെക്കൻഡ് കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിൽ. അപ്പോൾ ചരിത്രത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് പ്രസക്തി അത് നമ്മൾ ഈ കൗൺസിലിനെ പറ്റി പഠിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ കൗൺസിലിൽ സംഭവിക്കുന്നതാണ് നെസ്റ്റോറിയനിസത്തിൻ്റെ കോൺഫറൻസ് ആണ് നടക്കുന്നത്. പക്ഷേ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഇച്ചിരി
കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ സംഭവ വികാസങ്ങളൊക്കെ. കുറച്ചുകൂടി ഹിസ്റ്റോറിക്കൽ സംഭവങ്ങൾ പോപ്പ് അവിടെ വരുന്നില്ല, അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹെറിറ്റിക്കൽ സംഭവങ്ങൾ എന്താണ് നടക്കുന്നത്? ഇതിൻ്റെ മെയിൻ ഹെറിറ്റിക്കൽ സംഭവം എന്ന് പറയുന്നത് 3 chapters എന്ന് പറയുന്നൊരു പദമാണ്. അതാണ് ഇതിനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. പക്ഷെ ആ പദത്തിൽ തന്നെ സത്യത്തിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്നുള്ളത്. അതായത് 3 പ്രധാനപ്പെട്ട വ്യക്തികൾ, മെപ്സൂസ്റ്റിയ അവിടെ നിന്നുള്ളൊരു തിയഡോർ, പിന്നെ അതുപോലെ തന്നെ സൈറസിലെ തിയഡോററ്റ്, എഡേസയിലെ ഐബാസ് അല്ലെങ്കിൽ ഇബാസ്. ഈ 3 വ്യക്തികൾ, ഓക്കെ, ഈ 3 വ്യക്തികളുടെ രചനകളിൽ അതിൽ പലരും തന്നെ ഈ സംഭവം നടക്കുമ്പോഴേക്കും അവർ മരിച്ചുപോയി. അപ്പം ഈ 3 വ്യക്തികളുടെയും രചനകളിൽ ചില രചനകളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ചില വ്യക്തികൾ നിരന്തരമായിട്ടുള്ള എടുത്തുള്ള നിലപാടുകൾ, അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ദുരുപദേശങ്ങൾ, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെ കൃത്യമായിട്ടത് തെറ്റാണ് എന്നുള്ള ഒരു കൃത്യമായൊരു നിലപാട് ജസ്റ്റീനിയൻ ചക്രവർത്തി എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവാദങ്ങളുമാണ് ഈ 2ാം കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിലേക്ക് നയിച്ചത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ എഡേസയിലെ ഐബാസ് അദ്ദേഹത്തിൻ്റെ ചില രചനകൾ നെസ്തോറിയൻ വീക്ഷണത്തോട് ചായ്വുള്ളതായിട്ട് മനസ്സിലാക്കപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീക്ഷണത്തെ ജസ്റ്റീനിയൻ ചക്രവർത്തി അത് തെറ്റാണ് എന്നൊരു നിലപാടെടുക്കുകയും, പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് യഥാർത്ഥത്തിൽ ഈ കൽക്കദോനിയ സൂനോദോസിന് വിരുദ്ധമായി ചിന്തിച്ച ചില ആളുകളുണ്ട്. അവരോടുള്ളൊരു പ്രീതിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ വരുന്നത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികൾ കൽക്കദോനിയ സൂനോദോസിൽ തന്നെ അവരുമായിട്ട് സഭ ഒരു രമ്യതയിലെത്തുകയും അവരെ സ്വീകാര്യമായിട്ട് ചിന്തിക്കുകയും ചെയ്ത് കഴിഞ്ഞ വ്യക്തികളാണ്. പക്ഷെ അവരുടെ രചനകളെക്കുറിച്ചാണ് പിൽക്കാലത്ത് വിവാദങ്ങൾ ഉണ്ടാകുകയും അതിൽ തെറ്റായിട്ടുള്ള ഘടകങ്ങളുണ്ട് എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക് നെസ്റ്റോറിയസിനോട് ചായ്വുള്ളവരാണ്. അപ്പം ആ നെസ്റ്റോറിയസിനോട് ചായ്വുള്ള രീതിയിലുള്ള ആളുകൾ അവരുടെ രചനകളിൽ ഇത്തരത്തിലുള്ള തെറ്റുകളുണ്ടെന്നുള്ള ചക്രവർത്തിയുടെ കൃത്യമായിട്ടുള്ളൊരു വീക്ഷണവും നിലപാട് പ്രഖ്യാപനവും. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തികളെ ഓൾറെഡി ഈ കൽക്കദോനിയ സൂനോദോസുമായി ബന്ധപ്പെട്ട് തന്നെ അവരെ രമ്യതയിലേക്ക് എത്തിയതാണ്. അപ്പോൾ ആ വ്യക്തികളെ വീണ്ടും നെസ്റ്റോറിയൻ ഹെറസി ആരോപിച്ചുകൊണ്ട് അവരെ വിമർശിക്കുന്ന ഒരു നിലപാടിലേക്ക് വരുമ്പോൾ എന്തു പറ്റും? അത് ആ കൽക്കദോനിയ സൂനോദോസിൻ്റെ ചാൽസഡോണിൽ എടുത്തിട്ടുള്ള ആ നിലപാടിന് വിരുദ്ധമായി പോകത്തില്ലേ? അപ്പം ആ കൽക്കദോനിയ സൂനോദോസിൻ്റെ ആ പ്രസക്തിയെക്കുറിച്ച് ബോധ്യതയുണ്ടായിരുന്ന ആളുകൾ ഈ 3 വ്യക്തികൾ ഈ നിലയിൽ നെസ്റ്റോറിയൻസിനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവരെ വിമർശിക്കുന്നതിനെ എതിർത്തുകൊണ്ട് അവർ രംഗത്ത് വന്നു. അപ്പോൾ അവിടെ ഉണ്ടായ ഈ ഒരു വിവാദമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന 2ാം കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിലേക്ക് നയിച്ചത് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് വ്യക്തമായി എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നെസ്റ്റോറിയസത്തിന് അനുകൂലമായി നിലപാടെടുത്ത ചില വ്യക്തികളെ ചക്രവർത്തി ഈ നിലയിൽ വിമർശിക്കുന്നൊരു നിലപാട് വന്നു. പക്ഷേ അവർ ഓൾറെഡി കൽക്കദോനിയ സൂനോദോസിൽ തന്നെ ചാൽസഡോണിൽ തന്നെ അവരുമായിട്ട് സഭ രമ്യതയിലെത്തിയാണ്. അപ്പോൾ ആ വിമർശനം ആ സൂനോദോസിനെതിരായിട്ടുള്ള ഒരു വിമർശനം എന്നുള്ള രീതിയിലേക്ക് പരിഗണിക്കപ്പെടുകയും അതൊരു വലിയ വിവാദമായിട്ട് വളർന്നു വരികയും ചെയ്തു. അവിടെ തന്നെ അന്ന് റോമിൽ ബിഷപ്പായിരുന്ന പോപ്പായിട്ട് പരിഗണിക്കപ്പെടുന്ന വിജിലിയസ് ഈ വിഷയത്തിനകത്ത് എടുത്ത നിലപാട് മാറ്റം അങ്ങനെ തുടങ്ങിയ പല വിഷയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയും ചക്രവർത്തിയായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പിന്നീട് ഈ സുനോദോസ് കൂടി വരുമ്പോൾ റോമിലെ ബിഷപ്പ് അവിടെ വന്നിട്ടില്ല. അപ്പം അദ്ദേഹത്തോട് താങ്കൾ ഇതിനകത്ത് ഇടപെടണം എന്ന് പറഞ്ഞ് അന്ന് കൂടി വന്ന കൗൺസിലിൻ്റെ പരമാധ്യക്ഷൻ കത്തെഴുതുകയും ഒക്കെയുള്ള സംഭവം. അപ്പം ഇതിനകത്ത് പല കാര്യങ്ങൾ മറ്റ് സുനഹദോസുകളെ സംബന്ധിച്ച് കുറച്ചുകൂടി പൊളിറ്റിക്കൽ നേച്ചറിനകത്ത് കുറച്ചുകൂടി നമ്മൾ എടുത്ത് കാണുന്നുണ്ട്. പക്ഷേ വീണ്ടും ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ളത് ഈ നെസ്റ്റോറിയൻ ഹെറസിയാണ്, ക്രിസ്റ്റോളജിക്കൽ ഡിബേറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സഭ കുറച്ചും കൂടി ഫ്രീ ആയി കുറച്ചും കൂടി ഈ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസിൻ്റെ സ്വാധീനം കുറച്ചുകൂടി ചെലുത്തി വരുന്നതിൻ്റെ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. കാരണം നിക്കേ സുനോദോസിൻ്റെ സമയത്തുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ല അവിടെ കാണുന്നത്. അവിടെ ക്ലിയർ ആണ് അരിയൂസ് പൊളിറ്റിക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നശിപ്പിക്കാൻ നോക്കുന്നൊക്കെ സംഭവം ക്ലിയർ ആണ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കാണുന്നത്. അപ്പം ഈ സുനോദോസ് കൂടി വരുന്ന സമയത്തുള്ള ഈ ഹെററ്റിക്കൽ വ്യൂവിൻ്റെ വീണ്ടും അവരുടെ ആർഗ്യുമെൻറ്റ്സ് എന്താണ്? നമ്മൾ കണ്ട കാൽസഡോണിൽ നിന്നും തികച്ചും അല്ലെങ്കിൽ എഫെസോസിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാണുന്നുണ്ടോ?
അപ്പോൾ ഈ ഒരു വിവാദം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ ചക്രവർത്തിയുടെ ഈ ഒരു നെസ്തോറിയനിസത്തിന് അനുകൂലമായി നിന്നവരെന്ന് പറയുന്നവരെ വിമർശിച്ചുകൊണ്ടുള്ള ആ നിലപാട്, അപ്പം കൽക്കദോന്യ വീക്ഷണത്തിന് എതിരായിട്ട് നിൽക്കുന്നവരെ പ്രീതിപ്പെടുത്താനുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് കൽക്കദോന്യക്ക് അനുകൂലമായി നിന്നവർക്ക് വിമർശനമായി വന്ന സമയത്ത് അവിടെ ഒരു വാദം എന്ന് പറയുന്നത്, നമ്മൾ ഈ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഏക വ്യക്തിയിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത്രയധികം സംയോജിച്ചടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ശക്തമായൊരു സംയോജനം എന്ന നിലയിലേക്ക് പോകേണ്ട, ഒരു ലൂസായിട്ട് രണ്ടും ഒരു വ്യക്തിയിലുണ്ട്, ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ അത്ര വലിയ ഒരു അടുത്ത സംയോജനം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്ന് പറയുന്നൊരു വാദം ചില്ല് കൊണ്ടുവന്നു. ചില്ല് പറഞ്ഞു, ഈ ദൈവവചനം, ഈ വ്യക്തി ദൈവവചനമായിരുന്ന ഈ പുത്രൻ മനുഷ്യത്വം ഏറ്റെടുത്തപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതേ സംഭവം തന്നെ അത് അസ്യൂം ചെയ്തു, അത് പൂർണ്ണമായിട്ടും ഈ വ്യക്തിയിലേക്ക് വന്നു. അപ്പോൾ അത് യൂണിയനായിട്ട് തന്നെ പൂർണ്ണമായിട്ടും നിൽക്കണമോ, അങ്ങനെ ഒരു ചർച്ച. പിന്നെ മറ്റു ചിലരുടെ ചിന്തയെന്ന് പറയുന്നത്, ഓൾറെഡി കൽക്കദോന്യ സൂനഹദോസ് അംഗീകരിച്ച അല്ലെങ്കിൽ ഒരു രമ്യതയിലെത്തിയ വ്യക്തികളെ പിൽക്കാലത്ത് വിമർശിക്കുന്നത് ആ സൂനഹദോസിനെതിരാണ്, അല്ലെങ്കിൽ അവരുടെ മരണത്തിന് ശേഷം അവരെ കണ്ടം ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നൊരു ചിന്താഗതി. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു ചിന്ത എന്ന് പറയുന്നത്, ഈ ദൈവവചനവും അതുപോലെ തന്നെ മനുഷ്യനെന്ന് പറയുന്ന ആ വ്യക്തിയും തമ്മിലുള്ള ആ രണ്ടിൻ്റെയും പ്രവർത്തനത്തെ നമ്മൾ ഇച്ഛയിൽ രണ്ടായി കാണണം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുടെ ഒരു തുടക്കവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു സങ്കീർണത എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിലപാട് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ കൽക്കദോന്യ സൂനഹദോസിൽ കൃത്യമായിട്ടൊരു ദുരുപദേശം ഉണ്ട് നമുക്ക് കണ്ടിക്കാൻ, കൃത്യമായിട്ടൊരു ദുരുപദേശം നമ്മുടെ മുമ്പിലുണ്ട്. അല്ലെങ്കിൽ എഫെസോസിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഹെരസി ഉണ്ട്, അവിടെ ത്രെറ്റ് ഉണ്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ത്രെറ്റ് ഉണ്ട്, അത് ഖണ്ഡിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അതിന് രണ്ടിനും ലഭ്യമാകുന്ന എന്താണ് ലളിതമായൊരു വ്യക്തത ഈ കോൺസ്റ്റാന്റിനോപ്പിൾ, രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ വരുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ എന്താണ് പ്രശ്നമെന്ന് നമുക്ക് അത്ര ലളിതമായ വ്യക്തത കിട്ടത്തില്ല. കാരണം അവിടെ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഹെരസി അല്ല, മറിച്ച് നിലവിലുള്ള സൂനഹദോസുകളോട് അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നവരുടെ, അതിന് അനുകൂലമായി നിൽക്കുന്നവരുടെയും പ്രതികൂലമായി നിൽക്കുന്നവരുടെയും നിലപാടുകൾ തമ്മിലുള്ള ഒരു സംഘർഷവും വിവാദവുമാണ് ഈ രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിലേക്ക് നയിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ഹെരസി ആണോ റെഫ്യൂട്ട് ചെയ്യാൻ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിവാദത്തെയാണ് യഥാർത്ഥത്തിൽ അവിടെ ശമിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നായിരിക്കും കുറച്ചും കൂടി കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ കൗൺസിലിൽ കൂടി വന്ന് ഇവർ പുറപ്പെടുവിക്കുന്ന പ്രഖ്യാപനങ്ങൾ തിയോഡോറാണ് അവിടുത്തെ പ്രസക്തമായിട്ട് നിൽക്കുന്നത്. ഈ 3 ചാപ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നവരിൽ പ്രസക്തനായിട്ട് നിൽക്കുന്ന തിയോഡോറാണ്. അപ്പോൾ തിയോഡോറിൻ്റെ എഴുത്തുകളെ ശക്തമായിട്ട് ആ കൗൺസിലിനുള്ള അവിടുത്തെ ആ ലെറ്റർ നമ്മൾ വായിച്ച് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു വാക്കും മിൻസ് ചെയ്യാതെ തന്നെ ശക്തമായിട്ട് തിയോഡോറിൻ്റെ ദുരുപദേശത്തെ ഖണ്ഡിക്കുകയും അത് ദുരുപദേശം തന്നെ എടുത്ത് കാട്ടുകയും അവിടുത്തെ എഴുത്തുകൾ ഉദ്ധരിച്ചാണ് കൗൺസിൽ ഡിസ്കഷൻ നടക്കുന്നത്. അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സിറിൽ ഓഫ് അലക്സാൻഡ്രിയയുടെ, നമ്മൾ മുമ്പ് കണ്ട എഫെസോസിൻ്റെയൊക്കെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന സിറിൽ ഓഫ് അലക്സാൻഡ്രിയയുടെ എഴുത്തുകൾ നമ്മൾ കാണേണ്ടത് കൽസിഡോണിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന പോയിന്റ് വീണ്ടും കൊണ്ടുവരികയും, കാരണം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇത് നമ്മൾ ഈ കാൽസിഡോൺ കൗൺസിലിന് ശേഷം നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നെസ്റ്റോറിയനിസത്തെ നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ സാധിക്കാം എന്ന ഒരു പോയിന്റ് വന്നപ്പോൾ അല്ല, ഇതിനെ തിരിച്ച് നിങ്ങൾ കാണുന്നത് എഫെസോസിൻ്റെ കണ്ടിന്യൂഷനാണ്, അല്ലെങ്കിൽ സിറിലിൻ്റെ റൈറ്റിങ്സിനെ കാണേണ്ടത് കാൽസിഡോണിൻ്റെ കൗൺസിലിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പറഞ്ഞ് പ്രോപ്പർ നെസ്റ്റോറിയസിനെതിരെ വീണ്ടുമുള്ള ശക്തമായിട്ടുള്ള ഒരു തെളിവ് നിരത്തിലും അവിടെ തന്നെ നമ്മൾ കാണുന്നത്. കാരണം വീണ്ടും ഈ ഒരു ടഗ് ഓഫ് വാറാണ്, രണ്ട് വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞു, അല്ല ഒരു സാരാംശമാണ്, പിന്നെ നമുക്ക് രണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞല്ല പോയിന്റ് വന്ന് വീണ്ടും ഒരു കലങ്ങി തെളിയുന്ന ഒരു ചിത്രമാണ് അവിടെ പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിനകത്താണ് ഞാൻ ആ കൗൺസിൽ അവർ എഴുതിയ ലെറ്റർ, അന്നത്തെ അതിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ആ കൗൺസിലിൻ്റെ പ്രസിഡന്റ് നമുക്ക് ഇന്നത്തെ ടെർമിനോളജി പറഞ്ഞു കഴിഞ്ഞാൽ അധ്യക്ഷനായിട്ടിരിക്കുന്ന പാത്രികസ് എഴുതിയ ആ ഒരു ലെറ്ററിനകത്ത് റോമിലെ ബിഷപ്പിനെ വിജിലൻസിനോട് പറയുകയാണ്, ഇങ്ങനെ ദുരുപദേശം എണീച്ച് വരുമ്പോൾ അത് ചെലുത്തുന്നവർ ദൈവന്യായവിധിക്ക് ഉത്തരം നൽകണം, രണ്ടാമത് അങ്ങനെ ചെലുത്തപ്പെടുന്ന കാണുമ്പോൾ അതിന് പ്രതിവാദം ഉയർത്താതെ അതിനെ എതിർക്കാതെ മൗനം പാലിച്ച് നിൽക്കുന്നവരും ഒരു ദൈവിക കണ്ടംനേഷൻ ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞൊരു പോയിന്റ്. അപ്പം അവിടെയൊക്കെ ഈ പറഞ്ഞത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ഇതൊരു സ്പഷ്ടമായൊരു ദുരുപദേശമായിട്ട് എടുത്ത് കാണാത്തതുകൊണ്ട് നിങ്ങൾ വിജിലൻസ് നിങ്ങൾ മാറി നിൽക്കരുത്, അത് ഇടപെടണം എന്നൊരു പോയിൻ്റൊക്കെയാണ് അവിടെ ആ എഴുത്തുകളുടെ കോൺടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്.
സോ ഇതൊക്കെ തന്നെയാണ് ആ കൗൺസിൽ മെയിനായിട്ട് നടക്കുന്നത്. നെസ്റ്റോറസ് വീണ്ടും ശക്തമായിട്ട് എതിർക്കുന്നു എന്ന പോയിന്റ് കാണുന്നു. ഓടിച്ചുവിട്ട് പറയുകയാണെങ്കിൽ, സ്പെസിഫിക് ആണ്, നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഓടിച്ചുവിട്ട് പറയുകയാണെങ്കിൽ ഈ കൗൺസിലിനകത്ത് എടുത്തു നിൽക്കുന്ന ക്രിസ്റ്റോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇതിൻ്റെ അകത്ത് വീണ്ടും നെസ്റ്റോറിയൻ കാഴ്ചപ്പാടിനെ വളരെ കൃത്യമായിട്ട് ഒരിക്കൽ കൂടി ഖണ്ഡിക്കപ്പെടുകയാണ്. കാരണം കൽക്കദോന്യ സുനോദോസ് ചാൾസഡോണിൽ യഥാർത്ഥത്തിൽ അതിലൊരു കോംപ്രമൈസ് വന്നോ എന്നുള്ളൊരു സംശയമാണ് അവിടെ ഉണ്ടായത്. അതായത് നെസ്റ്റോറിയസ് പറഞ്ഞു രണ്ട് സ്വഭാവം, നെസ്റ്റോറിയസ് ഊന്നി പറഞ്ഞപ്പോൾ ആ രണ്ട് വ്യക്തികൾ എന്നുള്ള രീതിയിലേക്ക് വന്നതായി മറ്റുള്ളവർ മനസ്സിലാക്കി. കൽക്കദോന്യ സുനോസിൽ വന്നപ്പോഴേക്കും അപ്പോൾ എഫെസോസിൽ ഒരു വ്യക്തി എന്നുള്ളതിന് കൃത്യമായ ഊന്നൽ നൽകി പ്രഖ്യാപിച്ചെങ്കിൽ കൽക്കദോന്യ സുനോസിൽ വന്നപ്പോഴും ഈ രണ്ട് സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിൽ എന്നൊരു പോയിന്റിലേക്ക് വന്നു. അപ്പോൾ അവിടെ രണ്ട് സ്വഭാവങ്ങൾ എന്നുള്ള വീണ്ടും ചിന്തയിലേക്ക് വരുമ്പം അപ്പോൾ വീണ്ടും രണ്ട് വ്യക്തികളാണോ എന്ന് പറയുന്ന നെസ്റ്റോറിയനിസം ആണോ എന്ന് പറയുന്ന കാഴ്ചപ്പാട്. അപ്പം ആ നെസ്റ്റോറിയനിസത്തിനെ വളരെ ആധികാരികമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഖണ്ഡിച്ചു. അതുപോലെ തന്നെ സിറിൽ, അലക്സാണ്ട്രിയയിൽ സിറിലിൻ്റെ ആ നിലപാടുകളെ വീണ്ടും വളരെ വ്യക്തമായിട്ട് എടുത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഏക വ്യക്തിയിൽ ഈ ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യം, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഏകത്വവും വളരെ കൃത്യമായിട്ട് വീണ്ടും അവിടെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു നിലപാടാണ് ഈ സുനോസിൽ സംഭവിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ഐക്യത, ഈ ഈ ഏക വ്യക്തിയിലുള്ള ഈ രണ്ട് സ്വഭാവങ്ങളുടെയും ഐക്യത എന്ന് പറയുന്നത് ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സഹകരണ മനോഭാവമല്ല. അതായത് ഒരാളിൽ തന്നെ രണ്ട് സ്വഭാവമുണ്ട്, രണ്ട് സ്വഭാവങ്ങളും ഒരു പരസ്പര സഹകരണത്തോടെ പോകുന്നു എന്നുള്ളതല്ല, മറിച്ച് അത് ഒരുമിച്ച് സമ്മേളിച്ച് നിൽക്കുന്നു, ഒരു സംയുക്തമായിട്ടൊരു വ്യക്തി നിൽക്കുന്നു, പക്ഷേ ഇടകലരാതെ. ആ ഒരു കാര്യത്തെയും ഒന്നുകൂടി വീണ്ടും ഇവിടെ വളരെ കൃത്യമായിട്ട് ഊട്ടിയുറപ്പിക്കുകയുണ്ടായി. അപ്പോൾ വളരെ കൃത്യമായിട്ട് അവരുടെ ഒരു പ്രഖ്യാപനം എന്നല്ലെങ്കിൽ അവരുടെ ബോധ്യം എന്ന് പറയുന്നത് ത്രിയേകത്വത്തിൽ ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ക്രൂശിൽ നമുക്ക് വേണ്ടി പീഡ സഹിച്ചത്. സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷനായിട്ട് പറഞ്ഞാൽ അതാണ് അവിടെ കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി അവർ സ്ഥാപിച്ചതെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു റൂട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് നോക്കാം. നെസ്റ്റോറിയൻ പറയുന്നു രണ്ട് സ്വഭാവങ്ങളെ അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ രീതികൾ, അദ്ദേഹത്തിൻ്റെ ദൈവമാതാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവസമാഹം എന്ന് പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളിലേക്കും ചർച്ചകളിലേക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തത വരുത്തുകളിലേക്ക് വരുമ്പോഴേക്കും കൂടുതൽ അവ്യക്തമാകുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നൊരു പോയിൻ്റായിട്ടാണ് അദ്ദേഹത്തിനെ എതിർത്തവർ മനസ്സിലാക്കിയത്. അപ്പോൾ അത് രണ്ട് വ്യക്തിയല്ല, ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അലക്സാണ്ട്രിയയിലെ സിറിൽ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൻ്റെ ഭാഗത്ത് ഈ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ ഏക സ്വഭാവം എന്ന് പറയുന്നൊരു പ്രസ്താവന അദ്ദേഹം നൽകുന്നുണ്ട്. മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ ഏക സ്വഭാവം, അപ്പോൾ ഏക വ്യക്തിയാണ് എന്ന് പറയാൻ വേണ്ടി സിറിൽ, അലക്സാണ്ട്രിയയിലെ സിറിൽ ഏക സ്വഭാവം എന്ന് പറയുന്ന ചിന്തയിലേക്ക് പോയോ? അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പോയി എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുള്ളവരുണ്ട്. അപ്പോൾ അലക്സാണ്ട്രിയയിലെ സിറിൽ അത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദി സ്വഭാവം എന്ന് പിന്നീട് കൽക്കദോനിയയിൽ വന്നത് അത് സിറിലിൻ്റെ നിലപാടിനെതിരാണോ? ഓക്കെ, ഈ ഒരു ആശയക്കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഗവേഷകന്മാരുടെ പഠനത്തിൽ അവർ മനസ്സിലാക്കുന്നത് ഏക വ്യക്തി എന്നുള്ളതിനോടുള്ള പ്രതികരണമായിട്ട് അദ്ദേഹം പറയുമ്പോൾ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ ഏക സ്വഭാവം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഈ മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ കൂടിക്കലർന്ന് മറ്റൊരു സ്വഭാവമായിട്ട് മാറി എന്നൊരു നിലപാട് അദ്ദേഹം എടുത്തിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ പിൽക്കാല രചനകളിൽ മനുഷ്യത്വവും ദൈവത്വം എന്ന് പറയുന്നത് വ്യതിരിക്തമായി തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ബോധ്യതയിൽ തന്നെയാണ് അദ്ദേഹം നിന്നതെന്നുള്ള കാര്യത്തിൽ ആധുനിക ഗവേഷകന്മാർക്ക് സംശയമില്ല. പക്ഷേ അന്ന് ഈ ഒരു ആശയക്കുഴപ്പം നിലവിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ സിറിലിനെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൽക്കദോന്യ സുനോദോസ് ഈ യാഥാസ്ഥിതിക വിശ്വാസത്തിനെതിരായൊരു നിലപാടെടുത്തായിട്ട് അവർ ചിന്തിക്കും. കാരണം സിറിലിൻ്റെ ആ ഒരു പ്രസ്താവന കൊണ്ടുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമാണ്. അപ്പം അതാണ് പിന്നീട് വരുമ്പോഴേക്കും ഈ കൽക്കദോന്യ സുനോദോസിൽ ഈ രണ്ട് സ്വഭാവങ്ങളായിട്ട് തന്നെ നിലനിർത്തി അത് രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിലേക്ക് വരുമ്പോഴേക്കും വളരെ കൃത്യമായിട്ട് ഇത് രണ്ടിലും ഉണ്ടാകുന്ന ഈ ആശയക്കുഴപ്പങ്ങളെ വളരെ വ്യക്തമായി ആശയക്കുഴപ്പങ്ങൾക്ക് വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെ ഒരു വ്യാഖ്യാന സമീപനം കൃത്യമായിട്ട് അവിടെ മുന്നോട്ട് വെക്കപ്പെടുകയാണ്. ഈ രണ്ട് സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിൽ ആയിരിക്കുന്നു എന്ന് പറയുന്നത് സ്വഭാവങ്ങളെ വേർതിരിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് സ്വഭാവങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു പോയിന്റിനാണ് ഞങ്ങൾ ഊന്നൽ നൽകുന്നത്. അപ്പോൾ രണ്ട് സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിലെന്ന് പറയുന്നത് കൊണ്ട് ഒരാൾ രണ്ട് വ്യക്തിയായി മാറുന്നുമില്ല, മറിച്ച് ഈ രണ്ട് സ്വഭാവങ്ങളെ വേർപെടുത്തി നിർത്തിക്കൊണ്ട് ഒരു വ്യക്തിയെ രണ്ട് വ്യക്തിയാക്കുന്നുമില്ല, മറിച്ച് രണ്ട് സ്വഭാവങ്ങളും ഒരു വ്യക്തിയിൽ സംയോജിച്ചിരിക്കുന്നു എന്നുള്ളതിനാണ് ആ രണ്ട് സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അത് ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതിനാണ്, അതിലേക്കാണ് ഞങ്ങൾ ഊന്നൽ നൽകുന്നത് എന്നുള്ളൊരു പോയിന്റിലേക്ക് ആണ് അവിടെ വ്യക്തത വരുത്തിയത്.
അപ്പോൾ അങ്ങനെയാണ് രണ്ടാം കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിൽ അവിടെ പര്യവസാനിക്കുന്നത്. AD 553 കൂടി വന്ന കൗൺസിൽ. പിന്നെ ഒരു 130 വർഷത്തോളം ഇടവേളയ്ക്ക് ശേഷം AD 681 മൂന്നാമത്തെ തേർഡ് കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിൽ കൂടി വരുന്നത്. അവിടെ വരുമ്പോൾ ഇതിൻ്റെ വീണ്ടും ഒരു കോൺസിക്വൻസ് ആയിട്ടുള്ള മറ്റൊരു ദുരുപദേശമാണ് അവിടെ കയറി വരുന്നത്. അവിടെ കയറി വരുന്ന ദുരുപദേശം എന്ന് പറഞ്ഞാൽ മോണോതെലിറ്റിസം എന്നുള്ളൊരു വീക്ഷണമാണ്. അതായത് ക്രിസ്തുവിന് ഒരു വിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഇച്ഛാശക്തി മാത്രമേ ഉണ്ടായിരുന്നു, ഡിവൈനായിട്ടുള്ള ഒരു ഇച്ഛാശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് 2 സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ കാണാം ഈ കൗൺസിൽസിൻ്റെ ആശയങ്ങൾ കടമെടുത്ത് വന്ന് പിന്നെ അതിൽ നിന്ന് പരിണമിച്ച് വരുന്ന ദുരുപദേശ വീക്ഷണമാണ്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു ദുരുപദേശമായിരുന്നു മോണോ എനർജിസം. അതായത് ക്രിസ്തുവിന് ഒരു ഓപ്പറേഷൻ, ഒരു എനർജി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള വ്യൂ പോയിൻറ്റ്. അപ്പം ഇത് മുന്നോട്ട് വെക്കുന്ന ഹെററ്റിക്സ് എന്നുള്ള ഒന്ന് കോൺസ്റ്റന്റിനോപ്പിൾ പാത്രിക്കീസ് ആയിരുന്ന ബിഷപ്പായിരുന്ന സെർജിയസ് ഒന്നാമനാണ്. പിന്നീട് എംപറേഴ്സായിട്ട് വന്ന ഹെറാഷ്യസും കോൺസ്റ്റൻസ് രണ്ടാമനൊക്കെ ഇതിനൊരു കോംപ്രമൈസായിട്ട് കണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് അന്നത്തെ റോമൻ കത്തോലിക്ക സഭ പോപ്പായിട്ട് പരിഗണിക്കുന്ന റോമിലെ ബിഷപ്പായിരുന്ന ഒണോറിയസ് ഒന്നാമൻ ഈ കൗൺസിലിലൂടെ അനാത്തമറ്റൈസ് ചെയ്ത്, അതായത് ശപിക്കപ്പെട്ട് പുറന്തള്ളപ്പെടുന്ന ഒരു രംഗം നടക്കുന്നുണ്ട്. അതിനെ അവർ പറയുന്നത് ഒണോറിയസ് ഇതിനെ സ്പഷ്ടമായിട്ട് എതിർത്തില്ല. ഒണോറിയസ് ഇതിനകത്ത് ഇവരുടെ ഈ ദുരുപദേശകരിൽ നിന്ന് ലഭിക്കുന്ന കത്തുകൾ വായിച്ചിട്ട് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു കോംപ്രമൈസ്, ഒരു ഒഴുക്കം മറ്റുള്ള ലൂക്വാമായിട്ട് ശീതോഷ്ണമായിട്ടൊരു നിലപാടെടുത്തു. ഇതിനെ സ്പഷ്ടമായിട്ട് എതിർത്തില്ല എന്ന് പറഞ്ഞ് കൗൺസിൽ അന്നത്തെ പോപ്പായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒണോറിയസ് ഒന്നാമനെ അനാത്തമറ്റൈസ് ചെയ്ത് ശപിച്ച് പുറന്തള്ളുന്ന ഒരു രംഗവും ഈ കൗൺസിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത്ര ക്രിട്ടിക്കലായിട്ടുള്ള ഈ ദുരുപദേശത്തിൻ്റെ മെയിൻ പോയിന്റ്സ് എന്താണ്? അവരുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്തെന്ന് പറയുന്നത് ഈ ഏക വ്യക്തിയാണെന്നുള്ളത് ഓൾറെഡി സ്ഥാപിക്കപ്പെട്ടു, എഫെസോസിൽ സ്ഥാപിക്കപ്പെട്ടു. 2 സ്വഭാവമെന്നും പറഞ്ഞു. ഓക്കെ, പക്ഷേ ഈ ഏക വ്യക്തിക്ക് 2 ഇച്ഛയുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏക വ്യക്തിയാണെങ്കിൽ ഒരു ഇച്ഛാശക്തിയെ ഉണ്ടാകാൻ പാടുള്ളൂ. മാത്രമല്ല ക്രിസ്തുവിൽ ഈ 2 ദ്വിസ്വഭാവങ്ങൾ സമ്മേളിച്ചിരിക്കുന്നു. കാരണം അതായിരുന്നല്ലോ നമ്മൾ രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള വിശദീകരണം അതായിരുന്നല്ലോ. 2 സ്വഭാവം എന്ന് പറയുന്നത് ഈ 2 സ്വഭാവത്തെ തമ്മിൽ വേർപെടുത്താൻ വേണ്ടി പറയുന്നതല്ല 2 സ്വഭാവം എന്ന് പറയുന്നത്, മറിച്ച് 2 സ്വഭാവവും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇടകലരാതെ ഒരാളിൽ നിൽക്കുന്നു, ഇടകലരാതെ പക്ഷെ സംയുക്തമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഇടകലരാതെ സംയുക്തമായിട്ട് 2 സ്വഭാവവും ഒരാളിൽ നിൽക്കുകയാണെങ്കിൽ ആ ആൾക്ക് 2 ഇച്ഛ ഉണ്ടെങ്കിൽ അത് ആളിനെ വിഭജിക്കുന്നതാകും. അപ്പോൾ അതുകൊണ്ട് അത് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. മറിച്ച് ഈ ക്രിസ്തുവിൻ്റെ മനുഷ്യൻ എന്ന് പറയുന്ന നിലയിലുള്ള ക്രിസ്തുവിൻ്റെ ഇച്ഛാശക്തി, ക്രിസ്തുവിൻ്റെ ഇച്ഛ, ദൈവമെന്ന് പറയുന്ന ആ ഇച്ഛാശക്തി അതിനെ അബ്സോർബ് ചെയ്തു, അതിനെ പൂർണ്ണമായിട്ടും അതിനെ ഏറ്റെടുത്ത് അതിൻ്റെ ഉള്ളിലാക്കി തീർത്തു. അപ്പോൾ പിന്നെ അവിടെ ഒരു ഇച്ഛയുള്ളൂ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ദുരുപദേശകന്മാർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ തന്നെ ഭാഗമാണ് നേരത്തെ ജേക്കബ് പറഞ്ഞതുപോലെ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു എന്ന വ്യക്തിക്ക് ഒരു മോണോ എനർജിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ, ഒരു പ്രവൃത്തിയേ ഉള്ളൂ. ക്രിസ്തു എന്ന വ്യക്തിക്ക് ഒരു പ്രവൃത്തിയേ ഉള്ളൂ. അത് മനുഷ്യത്വത്തിലുള്ള ഒരു പ്രവൃത്തിയോ ദൈവത്വത്തിലുള്ളൊരു പ്രവൃത്തിയോ എന്ന് നമുക്ക് വ്യതിരിക്തമാക്കാൻ പറ്റുകയില്ല. അങ്ങനെ വ്യതിരിക്തമായി പറയാൻ സാധിക്കില്ല. മറിച്ച് ഇത് രണ്ടും ഒരു പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രവൃത്തികളില്ല. മനുഷ്യത്വത്തിലൊരു പ്രവൃത്തി, ദൈവത്വത്തിലൊരു പ്രവൃത്തി എന്നില്ല, മറിച്ച് രണ്ടും ഒരു പ്രവൃത്തിയാണ് എന്ന് പറയുന്ന ഒരു ആശയം ഈ വ്യക്തിക്ക് ഒരു ഇച്ഛയേ ഉള്ളൂ എന്ന് പറയുന്ന ആശയത്തിനോടൊപ്പം ചേർന്ന് മുന്നോട്ട് വെക്കപ്പെട്ട മറ്റൊരു ദുരുപദേശമാണ്. ഇതിനെ കണ്ണനായിട്ട് വരുന്നത് മാക്സിമസ് ദ കൺഫസർ എന്നറിയപ്പെടുന്ന ഒരു സഭാ നേതാവാണ്. അദ്ദേഹം ഇതിൻ്റെ കണ്ണനായിട്ട് പറയുന്നത് 2 ഇച്ഛാശക്തിയുണ്ട്. ഡയോതെലിറ്റിസം എന്ന വീക്ഷണമാണ് മുന്നോട്ട് വെക്കുന്നത്. ക്രിസ്ത്യൻ തിയോളജിയുടെ ഭാഗമായിട്ട് വരുന്ന, ക്രിസ്റ്റോളജിക്കൽ വ്യൂ ആയിട്ട് വരുന്ന 2 ഇച്ഛാശക്തി എന്നുള്ളൊരു വീക്ഷണമാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഈ മനുഷ്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യത്വത്തിലുള്ള ഇച്ഛാശക്തി ഉന്മൂലനം ചെയ്യപ്പെടുകയല്ല, മറിച്ച് ആ ഡിവൈൻ വില്ലിനകത്ത് ആ ദൈവിക ഇച്ഛാശക്തിയോട് ഹാർമണൈസ് ചെയ്ത് സംയോജിപ്പെട്ട് അത് അവിടെ നിലനിന്ന് തന്നെ രമ്യതപ്പെട്ട് അത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ദ ക്രൈസ്റ്റ് ഡീഫൈഡ് ദ ഹ്യൂമൻ വിൽ ബൈ ഹിസ് ഒബീഡിയൻസ്. അപ്പം ക്രിസ്തു ഒബീഡിയൻസ് ചെയ്യുന്നുണ്ട്, പിതാവിനോട് ഒബീഡിയൻ്റ് ആണ് എന്ന പോയിന്റ് നമ്മൾ തിരുവഴുത്തിൽ കാണുന്നുണ്ട്. അപ്പം ഈ ദൈവത്തിൻ്റെ നേച്ചറിലുള്ള ആ ഡിവൈൻ വിൽ മാത്രമേ ക്രിസ്തുവിനുള്ളൂ എങ്കിൽ അവിടെ ഈ പറഞ്ഞ ഒബീഡിയൻസ് എന്ന പോയിന്റ് പറയാൻ സാധിക്കത്തില്ല. കാരണം അവിടെ ഒബീഡിയൻസ് അവരുടെ മറ്റൊരു വില്ല് അവിടെ ഇല്ല.
പിതാവിൻ്റെ നേച്ചറിലുള്ള അതേ സാരാംശമുള്ള പുത്രന് അതേ ഡിവൈൻ വില്ല് തന്നെയാണുള്ളത്. പക്ഷേ ഈ ഒബീഡിയൻസ് വരണമെങ്കിൽ അവിടെ ഹ്യൂമൻ വില്ലിൻ്റെ ഒരു പ്രസക്തി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒബീഡിയൻസ് എന്നൊരു പോയിൻ്റ് അവിടെ കാണാൻ, ഒരു ഇച്ഛ മറ്റൊരു ഇച്ഛയ്ക്ക് കീഴ്പ്പെടുന്ന ഒബീഡിയൻസിൽ കാണുന്ന ആ ഒരു പോയിൻ്റ് അവിടെ വ്യക്തമാകത്തുള്ളൂ. അപ്പോൾ അതിലൂന്നിയാണ് അദ്ദേഹം ക്രിസ്തുവിന് 2 ഇച്ഛാശക്തിയുണ്ട്, ഹ്യൂമൻ വില്ലുണ്ട് എന്ന് പറഞ്ഞ ആ ഹ്യൂമാനിറ്റിയെ അവിടെ ഊന്നൽ കൊടുത്ത് പറയുന്നത്. പിന്നെ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് ഗെത്സമന തോട്ടത്തിലുള്ള നോട്ട് മൈ വിൽ ബട്ട് യോസ് ബി ഡൺ എന്ന് പറഞ്ഞ പോയിന്റും അവിടെ വീണ്ടും ഈ സെയിം പാർട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഒബീഡിയൻസിൽ കാണുന്ന ഹ്യൂമൻ വില്ലിൻ്റെ ആ ഒരു പ്രസക്തി. വേറെ എന്തെങ്കിലും അദ്ദേഹം ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ആയിട്ടുണ്ടോ ഈ 2 വില്ലിനെ സമർത്ഥിക്കാൻ വേണ്ടി മാക്സിമസ് കൊണ്ടുവരുന്നത്? അതോ ബേസിക്കലി ഇതാണ് അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയാണ്. പ്രധാനമായിട്ടും ഒബീഡിയൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വരുമ്പോഴാണ് അതിന് വ്യക്തത വരുന്നത്. കാരണം എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ കൃത്യമായിട്ട് അവിടെ കാണുന്നുണ്ടല്ലോ, പുത്രൻ അനുസരണം എന്ന് പറയുന്നത് പുത്രനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഗത്സമനയിലെ സംഭവം അവിടെ കൃത്യമായിട്ട് കർത്താവ് പറയുന്ന ആ വേദഭാഗം നമുക്കറിയാം. ലൂക്കോസ് 22:42 പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പറയണമെങ്കിൽ അവിടെ 2 ഇഷ്ടം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ പുത്രൻ ദൈവമാണ്, ദൈവം എന്നുള്ള നിലയിൽ പുത്രന് പിതാവിൻ്റെ അതേ ഇച്ഛ തന്നെയാണുള്ളത്. എന്നാൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ പുത്രന് ആ ഒരു അവിടെ കർത്താവ് തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. മനസ്സൊരുക്കമെങ്കിലും ശല്യം ബലഹീനമാകുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ. അപ്പോൾ ആ മനുഷ്യനെന്ന നിലയിലുള്ള ഒരു ഇച്ഛയാണ് ഈ ഒരു പ്രാർത്ഥനയിലേക്ക് ദൈവത്തിനെ നയിച്ചത്. അവർ 2 ഇച്ഛയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവഴുത്തിൽ നമ്മൾ കാണുന്നത് ഒരു നാടകം കളിയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണെന്നോ അല്ലെങ്കിൽ തിരുവഴുത്ത് തന്നെ തെറ്റാണെന്നോ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ പ്രസക്തമാണ്, പ്രധാനപ്പെട്ടതാണ്. കാരണം തിരുവഴുത്തിലുള്ള ആ യാഥാർത്ഥ്യങ്ങളെ അതങ്ങനെ തന്നെ ഉൾക്കൊള്ളുവാനുള്ള സഭയുടെ പരിശ്രമത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഭാഗമായിട്ട് വേണം ഇത്തരത്തിലുള്ള ചർച്ചകളെയും ദുരുപദേശങ്ങൾക്കെതിരായിട്ടുള്ള ഖണ്ഡനങ്ങളെയും നമ്മൾ കാണാൻ. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ദൈവശാസ്ത്രം വന്നാൽ അപ്പം നമുക്ക് കുറച്ച് ദൈവശാസ്ത്രം ഒന്ന് രൂപീകരിക്കാം, അങ്ങനെയല്ല. കാരണം തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന ആ ദൈവിക വെളിപ്പാടുകളെ ആ നിലയിൽ തന്നെ ഉൾക്കൊള്ളണം. എങ്ങനെ ഉൾക്കൊള്ളണം? ഒന്ന് മറ്റൊന്നിന് വിരുദ്ധമാകാതെ ഉൾക്കൊള്ളണം. 2 ഇച്ഛയുണ്ടെന്ന് പറയുമ്പോഴും ഒരു വ്യക്തിയാണെന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു സ്വർഗത്തിൽ പിതാവിനോട് പോരുന്ന അതേ വ്യക്തി തന്നെയാണ് ഞാൻ എന്നാ പറയുന്നത്, അല്ല ആ വ്യക്തി എന്നല്ല പറയുന്നത്. ഇനി ഈ ഒരു വ്യക്തിയിൽ തന്നെ 2 സ്വഭാവമുണ്ടെന്നുള്ളത് അംഗീകരിക്കണം. കാരണം മനുഷ്യത്വത്തിൻ്റെ സ്വഭാവം ക്രിസ്തു പ്രകടിപ്പിച്ചിട്ടുണ്ട്, ദൈവത്വത്തിൻ്റെ പ്രവർത്തികൾ ക്രിസ്തു ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 2 സ്വഭാവങ്ങളും ക്രിസ്തുവിനുണ്ടായിരുന്നു. ഈ 2ഉം കൂടി ഇടകലർന്ന് മറ്റൊരു സ്വഭാവമായി മാറാൻ പറ്റില്ല, കാരണം ദൈവത്തിന് മാറ്റമില്ല. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യങ്ങളെയാണ് അവിടെ വീണ്ടും കൃത്യമായിട്ട് ഊട്ടി ഉറപ്പിക്കുന്നത്. അപ്പം ഈ ഒരു ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആ മനുഷ്യത്വത്തിൻ്റെ ആ ഒരു ഇൻറ്റഗ്രിറ്റി, അതിൻ്റെ അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നൊരു വസ്തുത. മനുഷ്യത്വം ഒരു യാഥാർത്ഥ്യമാണ്, അത് ഒരു മറ്റൊന്നായി മാറിയിട്ടില്ല. അത് മനുഷ്യത്വമായി തന്നെ ക്രിസ്തു നിലനിൽക്കുന്നു എന്ന് പറയുന്നൊരു ഘടകത്തെ വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് ഈ സുനോദോസിൻ്റെ ഈ നിലപാടിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കണ്ണനായിട്ട് വരുന്ന ഒരു പോയിന്റ് കൂടി ഉള്ളത് പറഞ്ഞാൽ ഈ ക്രിസ്തുവിൽ മനുഷ്യ ഇച്ഛ ഹ്യൂമൻ വിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ റിഡംപ്റ്റീവ് ആർക്ക് പൂർത്തിയാകത്തുള്ളൂ. കാരണം ദാറ്റ് വിച്ച് ഈസ് നോട്ട് അസ്യൂംഡ് ഈസ് നോട്ട് ഹീൽഡ് എന്നൊരു പോയിന്റ് കൗൺസിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു മനുഷ്യ സ്വഭാവം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണമെങ്കിൽ മനുഷ്യ ഇച്ഛയും തന്നിലുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ സത്യമനുഷ്യനും സത്യദൈവമായിട്ട് നിൽക്കുകയും, വീണ്ടും പറഞ്ഞ പോലെ ആ ഒരു സാൽവിഫിക് ഇംപ്ലിക്കേഷൻ എല്ലാം ഇതിന് ഉടനീളമുണ്ട്. അങ്ങനെ ഈ കൗൺസിലിനെ ക്രിസ്റ്റോളജിക്കൽ ഇംപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആ സെയിം കാര്യങ്ങൾ തന്നെ, ഈ 2 നേച്ചേഴ്സ്, 2 വിൽ, സിംഗിൾ പേഴ്സണുള്ള പോയിന്റ്സ് എല്ലാം വീണ്ടും ഊട്ടി ഉറപ്പിച്ച് പറയുന്നു. ക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റി വീണ്ടും അസംയുക്തമായിട്ട് ഈ കൗൺസിൽ മുന്നോട്ട് വെക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സാൽവിഫിക് കോണ്ടെക്സ്റ്റിൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള മറ്റ് പല ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് കൗൺസിലായിട്ടാണ് ഈ 3ാമത്തെ കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിലും നമ്മളവിടെ കാണുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആ ഒരു നിർണയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇച്ഛ എന്ന് പറയുന്നത് സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഇച്ഛ എന്ന് പറയുന്നത് സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ മനുഷ്യ സ്വഭാവം ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെതായ ഇച്ഛയുണ്ട്. 2 സ്വഭാവം ഉണ്ടെങ്കിൽ 2 സ്വഭാവം ഉണ്ടെങ്കിൽ 2 ഇച്ഛയുണ്ട്. അപ്പോൾ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവം, അപ്പം ഇച്ഛ സ്വഭാവത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്ര വിശദീകരണം. അത് പിന്നീട് ത്രിയേക വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴൊക്കെ
വളരെ പ്രസക്തമായി തീരുന്ന ഒരു ദൈവശാസ്ത്ര വിശദീകരണമാണ്. അത് ആധുനിക കാലഘട്ടത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചർച്ചകളും വിമർശനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് ത്രിയേക വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ കഴിഞ്ഞു വരുന്ന ഈ സുനോദോസുകളിലൂടെ എല്ലാം ക്രിസ്തു വിജ്ഞാനത്തിന്, ക്രിസ്റ്റോളജിയുടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റും ഡിഫൻസുമാണ് ഈ കൗൺസിലിനെല്ലാം നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മയുടെ പറയുകയാണെങ്കിൽ ഈ കൗൺസിലുകളെല്ലാം അതിന് മുമ്പത്തേത് വന്ന കൗൺസിലിലുള്ള പോയിൻറ്റ്സിനെ കണ്ടിന്യൂഷനായിട്ട് കൊണ്ടുവരികയും അതിനെ ബലപ്പെടുത്തി നിർത്തുകയും അതിനെതിരെ വന്നിട്ടുള്ള മറ്റ് ദുരുപദേശങ്ങളെ ചെറുക്കുകയും അവിടെ നിന്ന് വീണ്ടും പണിത് സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു കീ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് ഈ കൗൺസിലിൽ നടന്ന മെയിൻ സംഭവങ്ങളുടെ ഒരു ഓവർവ്യൂ ഓടിച്ചിട്ട് പറയുകയാണെങ്കിൽ എഫെസോസ് നടന്ന കൗൺസിലിനകത്ത് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ, ആ പേഴ്സൺസിനെ നെസ്റ്റോറിയൻ ദുരുപദേശം ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചതിനെതിരെയുള്ള ഒരു പ്രത്യാക്രമണം, ഒരു ഡിഫൻസ് അവിടെ കാണുന്നത്. യൂണിറ്റി ഓഫ് ക്രൈസ്റ്റ് പേഴ്സൺ, വൺ പേഴ്സൺ ആണെന്നുള്ള പോയിന്റ് അവിടെ കാണുന്നു. നമ്മൾ കാസ്ലോണിലെ കൗൺസിലേക്ക് വരുമ്പോൾ ഈ രണ്ട് നേച്ചർ, ക്രിസ്തുവിനുള്ള രണ്ട് സ്വഭാവം, ദൈവ സ്വഭാവം, മനുഷ്യ സ്വഭാവം, അതിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണുകയും അതിനെ കൺഫ്യൂസ് ചെയ്യാതെ ഇടകലർന്ന് കൂടിക്കുഴഞ്ഞ് മറ്റേതൊരു സ്വഭാവമായിട്ട് പരിണമിച്ച് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമാക്കി അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്വഭാവമായിട്ട് തന്നെ അതിനെ സ്പഷ്ടമായിട്ട് എക്സ്പ്ലിസിറ്റായിട്ട് കാണുകയും, എന്നാൽ അതേസമയം തന്നെ അത് യൂണിറ്റിയിലാണ്. അതാണ് കീ പോയിൻറ്റ്. യൂണിറ്റി എന്ന് പറയുമ്പം അത് കൂടിക്കുഴഞ്ഞ് പോവുകയല്ല, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പറയുമ്പം ചേർച്ചില്ലാതെ പോവുകയല്ല, ആ ഒരു ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലാണ് ഈ നേച്ചേഴ്സ് നിൽക്കുന്നത് എന്ന് കാൽസഡോണിലെ സുനോദോസ് സ്ഥാപിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് കോൺസ്റ്റന്റിനോപ്പിൾ, രണ്ടാം കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിൽ. അവിടെ നമ്മൾ കാണുമ്പോൾ ഈ സിറിൽ കൊണ്ടുവന്ന താൻ മനസ്സിലാക്കി താൻ മുന്നോട്ട് വെക്കുന്ന ആ തിയോളജിക്കൽ പോയിൻറ്റും തൊട്ടു മുമ്പ് വന്ന കാൽസഡോണിയൻ കൗൺസിലിൻ്റെ തീരുമാനങ്ങളും ഇതെല്ലാം ഈ യൂണിറ്റി ഓഫ് ദ സബ്ജക്റ്റ്, അതായത് ക്രിസ്തുവിൻ്റെ ലോഗോസ്, ദി ഇറ്റേണൽ ലോഗോസിൽ കാണുന്ന ആ യൂണിറ്റിയെ, ആ നേച്ചേഴ്സിൻ്റെ യൂണിറ്റിയും ആ സിംഗിൾ പേഴ്സണിൽ കാണുന്ന സബ്സിസ്റ്റൻസിനെയും സ്ഥാപിക്കുന്ന അച്ചീവ്മെൻ്റായിട്ട് നമുക്ക് രണ്ടാം കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിലിനെ കാണാം. അവസാനമായിട്ട് നമ്മൾ കണ്ട മൂന്നാമത്തെ കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിലിനകത്ത് ക്രിസ്തുവിൻ്റെ സത്യമനുഷ്യത്വം, അതായത് തന്നിലുള്ള ആ യഥാർത്ഥ മനുഷ്യത്വം, ആ മനുഷ്യ ഇച്ഛയും ആ ഓപ്പറേഷനിലും തൻ്റെ മനുഷ്യ ഇച്ഛയിലൂടെ താൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളുടെയും ഇൻറ്റഗ്രിറ്റി അവിടെ സമർത്ഥിക്കുകയും ക്രിസ്തു സത്യമനുഷ്യനാണ്, യഥാർത്ഥ മനുഷ്യനാണ് എന്ന പോയിൻ്റ് സമർത്ഥിക്കുകയാണ് ഈ കൗൺസിലൂടെ നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്നു കൽസിഡോണിയൽ കൗൺസിലാണ് ഈ ഒരു ക്രിസ്റ്റോളജിക്കൽ ഫോർമുലേഷൻ കാണുന്നത്. അത് വളരെ പ്രസക്തമാണ്. അപ്പോൾ അത് ഓടിച്ചുവിട്ട് പറയുകയാണെങ്കിൽ അവിടെ കൊണ്ടുവരുന്ന ഈ ക്രിസ്റ്റോളജിക്കൽ ഫോർമുലേഷൻ്റെ കീ പോയിൻറ്റ്സ് എന്താണ്? കൽക്കത്തോനിയ സുനോസിലെ ക്രിസ്റ്റോളിക്കൽ പോയിൻറ്റിൻ്റെ കീ ചിന്തകളെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വ്യക്തി, രണ്ട് സ്വഭാവങ്ങൾ. ഈ രണ്ട് സ്വഭാവങ്ങൾ വ്യതിരിക്തമായി നിൽക്കുമ്പോൾ തന്നെ സംയോജിച്ച് യുണൈറ്റഡ് ആയിട്ട് സമ്മേളിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ. പിന്നീട് നമ്മൾ കണ്ട ഇതുപോലെ തന്നെ ഈ ഇച്ഛ എന്ന് പറയുന്നത് സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഏക വ്യക്തിക്ക് രണ്ട് ഇച്ഛയുണ്ട്, രണ്ട് പ്രവർത്തനങ്ങളുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൗൺസിലേഴ്സ് തന്നെ ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻ നമ്മളെല്ലാം കവർ ചെയ്താണ്. ഈ സാൽവിഫിക് കോൺടെക്സ്റ്റിനകത്ത് സോറ്റിയോളജിയെ പറ്റി വരുമ്പോൾ ഇംപ്ലിക്കേഷൻ എല്ലാം നമ്മൾ കവർ ചെയ്താണ്. പക്ഷേ ഒരു ഓർവയായിട്ട് വീണ്ടും ഒന്ന് വേഗം പറഞ്ഞു വിടുകയാണെങ്കിൽ കീ പോയിന്റ് ദാറ്റ് വാട്ട് ഈസ് നോട്ട് അസ്യൂംഡ് ഈസ് നോട്ട് ഹീൽഡ് എന്നുള്ളത്. അതായത് ക്രിസ്തു ഇൻകാർണേഷനിലൂടെ, ജഡാവതാരത്തിലൂടെ വന്ന് മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ വേണ്ടി മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ താൻ മനുഷ്യത്വം പൂർണ്ണമായിട്ട്, സത്യമായിട്ട്, യഥാർത്ഥമായിട്ട് കൈക്കൊള്ളുന്നെങ്കിൽ മാത്രമേ മനുഷ്യർക്കും ദൈവത്തിനിടയിലുള്ള ഏക മനുഷ്യ മധ്യസ്ഥനായിട്ട് നിന്ന് അത് കൈവരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ആ ഹ്യൂമാനിറ്റി അവിടെ ക്രിട്ടിക്കലാണ്. അതോടൊപ്പം തന്നെ ഈ ഇൻകാർണേഷനെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ക്രിസ്റ്റോളജിക്കൽ വ്യൂ സാൽവേഷൻ വളരെ ക്രിട്ടിക്കലാണ്. നമ്മൾ സാൽവേഷൻ, ഗോസ്പൽ പോയിൻറ്റ്സ് എല്ലാം മുന്നോട്ട് വെക്കുമ്പോൾ മറ്റെല്ലാ ലോകവീക്ഷണിൽ നിന്നും ഈ സാൽവിഫിക് പോയിൻറ്റിനെ വ്യത്യസ്തമാക്കി നിൽക്കുന്നത് ഈ ക്രിസ്റ്റോളജിക്കൽ കോംപ്ലക്സിറ്റി തന്നെ പറയും. ഈ ക്രിസ്റ്റോളജിക്കൽ കോംപ്ലക്സിറ്റി, ഈ ക്രിസ്റ്റോളജിക്കൽ യുണീക്നെസ് തന്നെയാണ് മറ്റെല്ലാ ലോകവീക്ഷണിൽ നിന്നും ക്രിസ്തീയ രക്ഷാശാസ്ത്രത്തെ തികച്ച് വ്യത്യസ്തമാക്കി നിർത്തുക. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വ്യൂ പോയിന്റ് നമ്മൾ മനുഷ്യരെ എങ്ങനെ കാണുന്നു, ക്രിസ്ത്യൻ ആന്ത്രോപോളജി, മനുഷ്യരെ നമ്മളെ പറ്റിയുള്ള നമ്മുടെ പഠനം, ആന്ത്രോപോളജി, അതാണ് അതിനുള്ള ഒരു പ്രീകേഴ്സറായിട്ടും ഈ ക്രിസ്റ്റോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഇവിടെ മനുഷ്യൻ എന്നാൽ എന്താണ്, ക്രിസ്തു മനുഷ്യനാണെങ്കിൽ, സത്യമനുഷ്യനാണെങ്കിൽ ക്രിസ്തുവിൽ എന്തൊക്കെ നമ്മൾ കാണണം എന്ന ഡിസ്കഷൻസിലൂടെ ആ ഒരു ആന്ത്രോപോളജിക്കൽ ഫ്രെയിം വർക്ക് അവിടെ വരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഒരു ക്രിസ്ത്യൻ ആന്ത്രോപോളജിക്കൽ ഫ്രെയിം വർക്കിൻ്റെ ഫൗണ്ടേഷനും ഈ കൗൺസിലൂടെ നമ്മൾ സ്ഥാപിച്ചിട്ട് കാണുകയാണ്. അതെ, അതിൻ്റെ അകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇച്ഛയുള്ള ആ ഏക വ്യക്തി ആ മനുഷ്യത്വത്തിൻ്റെ ഇച്ഛയെ ദൈവത്വത്തിൻ്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെടുത്തി അനുസരണമുള്ളവനായി നിന്നു. അങ്ങനെയാണ് ക്രിസ്തു നമുക്ക് മാതൃകയായിട്ട് മാറുന്നത്. മറിച്ച് ഇത് രണ്ടും കൂടി ഇല്ല, ഒരിച്ഛയാണെങ്കിലോ ക്രിസ്തു എങ്ങനെ നമുക്ക് മാതൃകയായി മാറുന്നത്? മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള നമ്മുടെ ആ ഒരു ഇച്ഛാശക്തി ദൈവിക ഇച്ഛയ്ക്ക് കീഴ്പ്പെടുത്തണമെന്നുള്ളതിന്
എങ്ങനെയാണ് ക്രിസ്തു നമുക്ക് മാതൃകയാകുന്നത്? ക്രിസ്തുവിന് ഒരു ഇച്ഛയുള്ളെങ്കിൽ, രണ്ടും കൂടി ചേർന്ന് വേറൊരു സ്വഭാവമായെങ്കിൽ ക്രിസ്തു നമുക്ക് ഒരു തരത്തിലും മാതൃകയല്ല. ക്രിസ്തുവിൻ്റെ ദൈവത്വവും അവിടെ നിഷേധിക്കപ്പെടുകയാണ്. അപ്പം ആ നിലയിലാണ് ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ മനുഷ്യന് ക്രിസ്തു മാതൃകയായി തീർന്നതിനും ഏറ്റവും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളാണ് ആ സുന്നതദോസുകളിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടത്. ഇനി ഈ കൗൺസിലിനെ പറ്റി ജസ്റ്റ് ഒരു ഓവർവ്യൂയോട് പറഞ്ഞാൽ ഒരു പോയിന്റോട് പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഈ കൗൺസിലുകൾ എങ്ങനെ നോക്കുകയാണ്. അപ്പം പറയുകയാണെങ്കിൽ റോമൻ കത്തോലിക്ക സഭ ഇപ്പം നമ്മൾ ഉദ്ധരിച്ച ഈ കൗൺസിലെല്ലാം അംഗീകരിക്കുന്നു. അതിനുശേഷം വരുന്ന രണ്ടാം നിക്കിയ സുന്നതോസ് കൗൺസിലും പിന്നീടുള്ള 21 കൗൺസിലുള്ള അവരുടെ പട്ടികയിലുണ്ട്, അതെല്ലാം അവർ അംഗീകരിക്കുന്നു. അത് റോമൻ കാത്തലിക് സഭ. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയ്ക്കകത്ത് ഈ നമ്മൾ പറഞ്ഞ കൗൺസിൽ ഉൾപ്പെടെ പിന്നെ രണ്ടാമത്തെ നിക്കിയ സുന്നതോസും അവർ അംഗീകരിക്കുന്നു. അതിനുശേഷമുള്ളത് അവർ അംഗീകരിക്കുന്നത്. അവിടെ ഗ്രേറ്റ് കിസത്തിൻ്റെ ഫുൾ പോയിന്റ് അവിടെ നടക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് പെർസ്പെക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ വരെ നമ്മൾ അംഗീകരിക്കുന്നു. നമ്മളത് എക്സ്പ്ലിസിറ്റ്ലി അങ്ങനെ അംഗീകരിക്കുന്നിടത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും പ്രൊട്ടസ്റ്റന്റ് തിയോളജിക്കകത്തുള്ള എല്ലാ വ്യൂ പോയിന്റിനകത്തും ഈ പറഞ്ഞ കൗൺസിലിനകത്തുള്ള എല്ലാ തിയോളജിക്കൽ പോയിന്റും പൂർണ്ണമായിട്ടും കൈക്കൊള്ളുന്നതാണ്. പ്രൊട്ടസ്റ്റന്റ് ഡിനോമിനേഷൻസ് ഉള്ള എല്ലാവരും, ലൂത്രൻസ് ആയാലും ആംഗ്ലിക്കൻസ് ആയാലും ബാപ്റ്റിസ്റ്റ് ആയാലും പ്രെസ്ബിറ്റേറിയൻസ് ആയാലും പെന്തക്കോസ്റ്റൽ ആയാലും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ മറ്റ് ഡിനോമിനേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ഇപ്പം യാക്കോബായുടെ സഭ എടുക്കുക, ഓർത്തഡോക്സ് സഭ, സീറോ മലബാർ, അങ്ങനെ തുടങ്ങിയ കൽദയ സഭ, അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഇതിൻ്റെ അകത്തൊരു കൃത്യമായിട്ടുള്ളൊരു വിഭജനം വരുന്നത് എഫസോസ് സൂനോദോസ് വരെ മാത്രമേ ഈ സുറിയാനി സഭകൾ, നമ്മുടെ നാട്ടിലുള്ള ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ അംഗീകരിക്കുന്നുള്ളൂ. അത് എഫസോസ് അംഗീകരിക്കുന്നുണ്ട്, അതിനുശേഷമുള്ള സൂനോദോസുകൾ അംഗീകരിക്കില്ല, കാസിഡോണില്ല. അപ്പം ഈ എഫസോസ് സൂനോദോസ് വരെ അംഗീകരിക്കുന്നതാണ് സുറിയാനി സഭകൾ. പിന്നെ എഫസോസ് സൂനോദോസും അംഗീകരിക്കാത്ത സഭകൾ അസീറിയൻ കൽദയ സഭകളുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അവർ കൽക്കദോനി സൂനോദോസ് അംഗീകരിക്കുന്നില്ല, കൽസഡോൺ അംഗീകരിക്കുന്നില്ല. പക്ഷേ എഫസോസ് സൂനോദോസും അംഗീകരിക്കാത്ത സഭകളുണ്ട്, കിഴക്കൻ സഭകൾ എന്ന് പറയുന്ന സഭകളുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇറാഖിലും ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു തൃശ്ശൂർ ആസ്ഥാനമായിട്ടൊരു പഴയൊരു സഭയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കൽദയ സുറിയാനി സഭ. അപ്പം ബാക്കിയുള്ള സുറിയാനി സഭകൾ എഫസോസ് വരെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ എഫസോസിന് ശേഷമുള്ള സുനോസുകൾ അംഗീകരിക്കുന്നില്ല. സുറിയാനി സഭ എന്ന് പറയുമ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് സഭ. സീറോ മലബാറൊക്കെ വരുമ്പം അവർ കാത്തലിക്കിലേക്ക് ചേർന്നതുകൊണ്ട് അവർ കത്തോലിക്ക സഭയുടെ സുന്നതദോസുകളെല്ലാം അംഗീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരുപക്ഷെ അത്ര അറിയത്തില്ലായിരിക്കും, ഈ ത്രിയേക വിശ്വാസത്തിനേക്കാളും കൂടുതൽ ഈ പാരമ്പര്യ സഭകളുടെ ഇടയിൽ വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് ക്രിസ്തുവിജ്ഞാനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് നമ്മളത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാകും. ക്രിസ്തുവിജ്ഞാനിയുമാണ് അവരുടെ ഇടയിൽ കൂടുതലും തർക്കം ഉണ്ടാക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സുനോദോസുകളെ അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോഴത്തെ എക്യുമെനിക്കൽ ചർച്ചകളും പിന്നെ ഈ സുറിയാനി സഭയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വീക്ഷണത്തോട് ചേർന്ന് നിന്ന ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള സഭകൾ റോമാ സഭയിലേക്ക് ചേർന്നപ്പോൾ വന്നിട്ടുള്ള പ്രശ്നങ്ങളും അതെല്ലാം ഈ ക്രിസ്തുവിജ്ഞാനിയുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളാണ് അവർക്ക് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്. അപ്പം ഈ ഒരു ചിന്തകൾ നമ്മുടെ ഒരു പെന്തക്കോസ്ത് വീക്ഷണത്തിലേക്ക് കൂടി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ജഗ് പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഊന്നി പറയുകയാണ്. നമ്മൾ ഈ പറയുന്ന സുനകദോസുകളിലെല്ലാം എടുത്തിട്ടുള്ള തിരുവഴുത്തിനനുസൃതമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മൾ ആദരവോടെ നോക്കിക്കാണുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. നമ്മളത് എവിടെയെങ്കിലും ഞങ്ങൾ ഇപ്പോൾ ആംഗ്ലിക്കൻ സഭ പറയാറുണ്ട്. അത് ആംഗ്ലിക്കൻ സഭ നമുക്ക് ഈസ്റ്റേൺ ഓർത്തഡോക്സ് റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. കുറച്ച് പ്രൊട്ടസ്റ്റന്റ് ചായ ഉണ്ടെന്ന് വേണമെങ്കിലും നമുക്ക് പറയാവുന്ന ഒരു സഭയാണ്. പക്ഷെ അവർ വ്യക്തമായിട്ട് ആദ്യത്തെ 7 സുനോദോസുകൾ അംഗീകരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുള്ള ഒരു നിലപാട് തന്നെ അവർക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പെന്തക്കോസ്ത് സഭകളോ മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളോ ഞങ്ങൾ 7 അംഗീകരിക്കുന്നു, 3 അംഗീകരിക്കുന്നു, 4 അംഗീകരിക്കുന്നു, 2 അംഗീകരിക്കുന്നു, അങ്ങനെ നമ്മളൊരു ഔദ്യോഗിക പ്രഖ്യാപനമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഫേസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സുനോദോസുകളിൽ കാണുന്ന ആ ദൈവശാസ്ത്ര രൂപീകരണത്തിലൂടെ സഭ എത്തിച്ചേർന്നുള്ള ദൈവശാസ്ത്ര നിർണ്ണയങ്ങളെ, തിരുവിഴത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ നിർണ്ണയങ്ങളെ നമ്മൾ ആ നിലയിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് നമ്മൾ ത്രിയേക വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് വ്യക്തമായ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ തന്നെ എത്രത്തോളം പ്രസക്തമായിട്ട് ഈ ഏറ്റവും ആധുനിക കാലഘട്ടത്തിൽ പ്രൊട്ടസ്റ്റന്റുകാർക്കിടയിൽ നടക്കുന്ന തർക്കത്തിൽ പോലും രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനോദോസ് എങ്ങനെയാണ് പ്രസക്തമായിട്ട് വരുന്നതെന്നൊക്കെ നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെ, ഇപ്പോൾ തന്നെ IPCയുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സൺഡേ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് 9ാം ക്ലാസ്സിൽ നൈസിൻ ക്രീഡുണ്ട്. നൈസിൻ ക്രീഡും ആ നൈസിൻ ക്രീഡിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ അരിയൂസിൻ്റെ ദുരുപദേശത്തെയും നോസത്തെയും ഒക്കെ ചേർത്തുന്നതിനെ പറ്റിയൊക്കെ അവിടെ ഒരു ചാപ്റ്ററിനെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ പറഞ്ഞല്ലോ, ഒരു എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും പ്രൊട്ടസ്റ്റൻസ് എല്ലാം ഇത് അംഗീകരിക്കുന്നതാണ്.
സോ എനിവേ നിങ്ങൾക്ക് ഈ കൗൺസിലുകളെ പറ്റിയും ഈ കൗൺസിലിൽ നടന്നു വന്ന ക്രിസ്റ്റോളജിക്കൽ ഡിബേറ്റ്സിനെ പറ്റിയും ഒരു ഓവർവ്യൂ ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും ഇത് പല കാര്യങ്ങൾ ഇതിന് പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട്, പല കാര്യങ്ങൾ വായിക്കുകയും കോൺടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഞങ്ങളെക്കൊണ്ട് ഞങ്ങളുടെ ശ്രമത്തിനൊത്തവണ്ണം കഴിവിനൊത്തവണ്ണം സമയപരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ ഈ കൗൺസിലുകളിൽ ഒരു ഓവർവ്യൂ, ക്രിസ്റ്റോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള കൗൺസിലുകളിൽ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് നൽകാൻ സാധിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങളെ വചനം കൂടുതൽ മനസ്സിലാക്കുകയും സഭാചരിത്രത്തിൻ്റെ പശ്ചാത്തലങ്ങളെ മനസ്സിലാക്കുകയും അതിൽ ഉരുത്തിരിഞ്ഞ് വന്ന ക്രിസ്തു വിജ്ഞാനത്തിനും ദൈവശാസ്ത്രത്തിനും വേണ്ടി നിലകൊള്ളണം എന്ന ഉറച്ച ബോധ്യം അന്വർത്ഥമായി വന്നതിനെ നോക്കിക്കാണുകയും അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങളത് പ്രബോധിപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും, ഒരു ചാലഞ്ച് ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഒരു ആഹ്വാനം ഒന്നുകൂടി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത ലക്കം നമ്മൾ ട്രിനിറ്റിയുടെ ഒരു ഓവർവ്യൂ കൂടി നമ്മൾ നൽകി ഈ ട്രിനിറ്റി സീരീസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സോ വി ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ഗോഡ് ബ്ലെസ്.